ഈന്തുകൾ എന്ന് പറയുമ്പോൾ നിങ്ങള് ശാസ്ത്രീയ നാമം സൈക്കസ് സെർസിനാലിസ് എന്നാണ്. സൈക്കസ് സെർസിനാലിസ് എന്തുകൊണ്ട് ആ പേര് വന്നു? സെർസിനാലിസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഇലകള്, യങ് ലീവ്സുകള് ഇങ്ങനെ നിങ്ങൾ കോയിൽ ചെയ്തത് കാണാൻ പറ്റും. ആ കോയിൽ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് സെർസിനേറ്റ് എന്ന് പറയുക. അപ്പോൾ സൈക്കസ് സെർസിനാലിസ് എന്ന പേര് വരാൻ കാരണം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇലകള് ചെറുതായിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ ഒരു സ്പ്രിങ് പോലെ കോയിൽ ചെയ്തത് കാണാൻ പറ്റും. അങ്ങനെയാണ് ആ പേര് വന്നത്. അത് ആരുടെ ക്യാരക്ടേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് അടിച്ച ഫേൺസുകളെ പറ്റി ഞാൻ, നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ടാണ്. അപ്പോ കയ്യിലൊക്കെ ഇങ്ങനെ നമ്മൾ വെച്ചടിച്ച ഫേൺസുകളെ പറ്റി ചിലപ്പോൾ നിങ്ങൾ ഇല്ലേ ചില പാട്ടുകളിലും നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഫേൺസുകൾ ടാറ്റു വരച്ചതുപോലെ കണ്ടിട്ടുണ്ടോ? ആ ചെടികള് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇലകളിലും ഇങ്ങനെ ചെറുതായിട്ട് ഇലകൾ ഇങ്ങനെ കോയിൽ ചെയ്തത് കാണാൻ പറ്റും. അപ്പോ ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈന്തുകൾ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഏകദേശം ശരിക്കും പറഞ്ഞാൽ പെർമിയൻ പീരീഡ് എന്നാ പറയാം. ഏകദേശം ഒരു 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ആളാണ് നമ്മുടെ ഈ ആദ്യമായിട്ട് പുരാതനായിട്ട് വിത്തുകൾ ആദ്യമായി കണ്ടു തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈന്തുകൾ. നമ്മൾ വിത്തുള്ള സസ്യം എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഫേൺസുകളിൽ അങ്ങനെ വിത്ത് കാണില്ല. ഈ പറയുന്ന നമ്മുടെ ഈന്തുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? വിത്ത് കാണാൻ പറ്റും. ആദ്യമായിട്ട് അപ്പോൾ വിത്ത് കണ്ട ഒരു സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്ന ഈന്തുകളാണ്. ഈന്തുകൾ എന്ന് വെച്ചാൽ സൈക്കസ് എന്ന്. ചിലപ്പോൾ നിങ്ങൾ ചില നഴ്സറികളിലൊക്കെ പോയാൽ അവര് പറയും നിങ്ങളോട് സൈക്കസ് ഉണ്ട് എന്ന് പറയും. എന്നിട്ട് പറയും ചെറിയൊരു തൈക്കൊക്കെ പറയാ എത്രയാ, 4000 5000 രൂപയൊക്കെയാ പറയാ. അത് സൈക്കസിന്റെ വേറൊരു ഗാർഡൻ വെറൈറ്റിയാണ്. അതിനെയാണ് റെവല്യൂട്ട എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് ഇതിന്റെ അസുഖമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ പല കണക്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ സൈക്കസ് സെർസിനാലിസ് എന്നാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പറമ്പുകളിലൊക്കെ കുന്നിൻ ചെരിവുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഈന്തുകളുടെ ശാസ്ത്രീയ നാമം. അതല്ലാതെ ഒരു ഗാർഡൻ വെറൈറ്റി ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ചില റിസോർട്ടുകളിലൊക്കെ കാണാൻ പറ്റും. ഹൈറ്റ് കുറഞ്ഞൊരു ഈന്തിന്റെ വെറൈറ്റി, അതിനെയും സൈക്കസ് എന്നാണ് പറയുക. ആ സൈക്കസ് റെവല്യൂട്ടയാണ്. ഞങ്ങൾ അതിന്റെ ശാസ്ത്രീയ നാമം റെവല്യൂട്ട എന്നാണ് പറയുക. അത് ഭംഗിയാണ്. അത് നമ്മുടെ ജപ്പാനിലൊക്കെ ആ ഏരിയയിലും അങ്ങനെയുള്ള വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷനാണ് അതിന്. പക്ഷെ നമ്മൾ കണ്ട ഈന്തുകള് അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് എല്ലായിടങ്ങളിലും കാണാൻ പറ്റില്ല. മെയിനായിട്ടും നമ്മുടെ രാജ്യത്ത് കാണുന്നതാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ നോർത്ത് മലബാർ റീജിയൻസിനാണ്. നമ്മുടെ കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ഈ ഏരിയകളിലാണ് കൂടുതലും ഈന്തുമരങ്ങൾ കാണുന്നത്. അപ്പൊ ഒരു ഈന്തുമരം എന്ന് പറഞ്ഞാല് നമ്മൾ പറയും ഇല്ലേ ദിനോസറുകൾ. ഞാന് ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ZSIലെ ശ്രീ സാറ് ഈ ഗ്രൂപ്പിലുണ്ട്. സാറ് ഇതിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ZSIലെ സയന്റിസ്റ്റ് ആണ് സാറ്. ഈ കാര്യം ഞാൻ ഇത് കണ്ടപ്പോ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ സാറിനിപ്പോൾ ഉള്ള ഒരാളൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിരുന്നു കുട്ടികളുമായിട്ട് സംവദിക്കുന്ന നിങ്ങൾക്ക് അതൊരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇതായിട്ടുള്ള ഒരാളെയും കൂടെ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ശരിക്കും ZSI സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് ആണ് സാറുണ്ട്. അപ്പോ സാറ് ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോ നിങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു ഗ്രൂപ്പിനോട് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഈ ഈന്തിനെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുട്ടികൾ നിങ്ങളൊക്കെ ഈന്തിന്റെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതായിട്ടോ പുട്ടായിട്ടോ അല്ലെങ്കിൽ പായസമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുഡായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ കുട്ടികളാരെങ്കിലും? വീട്ടിലുണ്ടായിരുന്നു. ഓ, ആ കുട്ടിയുടെ വീട്ടിലാണ്. ഓക്കെ, വീട്ടിലുണ്ട്. അപ്പൊ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറയാം അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ഈന്തിന്റെ വിത്തുകൾ അതിനെ സാഗോ എന്നാണ് സ്റ്റുഡൻസ് അറിയുന്നത്. സാഗോ എന്നാണ് അറിയപ്പെടുന്നത്. സാഗോ പാം എന്നാണ് അതുകൊണ്ട് ഈന്തറിയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഈ ഈന്തറിയുന്നത് ക്യൂൻ സാഗോ എന്നാണ്. ക്യൂൻ സാഗോ എന്ന് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താല് നിങ്ങളെ ഇപ്പൊ കുട്ടി പറഞ്ഞില്ലേ വീട്ടിൽ കാണുന്നതെന്ന് പറഞ്ഞ് ആ ഈന്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യൂൻ സാഗോ. അപ്പൊ നിങ്ങൾ ചോദിക്കും ആരാണ് കിങ് സാഗോ? കിങ് സാഗോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗാർഡൻ വെറൈറ്റി, അതാണ് കിങ് സാഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈന്തുകൾ ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈന്ത് എപ്പോഴാ കണ്ടത് ഇല്ലേ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് പെർമിയൻ പീരീഡ് എന്ന് പറയും നമ്മുടെ എർത്തിന്റെ ഹിസ്റ്ററിയിൽ. അപ്പൊ ദിനോസറുകൾ കണ്ട ഒരു ടൈമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ട് എന്ന് കണ്ട ഒരു സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ വീട്ടിലുണ്ട് കഴിച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ,
ഞങ്ങളൊക്കെ ടീച്ചേഴ്സ്, ഞങ്ങളൊക്കെ ധനേഷ് സാറും സുധീ സാറും നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അതിന്റെ അല്ലെ, പായസമൊക്കെ നല്ല ടേസ്റ്റിയാണ്. സാറ് സെറ്റസൈല സാറിന്റെ നാട് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. സാറ് കഴിച്ചിട്ടുണ്ട് അവിടുന്ന്. അപ്പൊ ആ ഒരു ടേസ്റ്റ് ആണ് സാറിനെ ഇതിനോട് അടുപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ലേ, സാറിന് ഇപ്പോഴത്തെ ആളിതിൽ ഉള്ളത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോ അത്രത്തോളം നമുക്ക് പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ഈ ഈന്ത്. അപ്പോൾ ഈന്തിന്റെ നമ്മൾ പലതും ഇതായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നല്ല വിലയാണ് ഈന്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടോ, നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു, ഇപ്പൊ വില എത്രയാണെന്നറിയോ? ഇപ്പൊ 700 രൂപയൊക്കെയാണ് ചില സ്ഥലത്ത് ഇങ്ങോട്ടൊക്കെ പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, 1 കിലോ ഈന്തിന്റെ വിലയാണ്. ഇതിന് മുമ്പൊക്കെ ചിലരുണ്ടല്ലോ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ അറിവ് വെച്ചിട്ട് ചിലരൊക്കെ ഇതിനെ പല രീതിയിൽ പൗഡറായിട്ട് കയറ്റി അയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പേരിലൊക്കെ ക്യൂൻസാഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ ഇത് അല്ലെ പുറത്തൊക്കെ അത്രയും എന്താണ് ന്യൂട്രീഷ്യസ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ നമുക്ക് ഈ ചെറിയ ടൈമിൽ ഒരു വലിയ ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ. അപ്പോ ഞാൻ പറഞ്ഞു അല്ലെ, ജുറാസിക് പീരീഡ്. അപ്പോ നിങ്ങൾ ഒരു പക്ഷേ അല്ലെ ഒരു ജുറാസിക് പാർക്ക് എന്നുള്ള ഒരു ഫിലിം കാണിക്കുന്ന ഒരു കലാ സംവിധായകന്റെ മനസ്സിൽ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സസ്യങ്ങൾ ഏതായിരിക്കും വരേണ്ടത്? ഞാൻ പറഞ്ഞത് ദിനോസറുകളുടെ കാലഘട്ടം കാണിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ തുമ്പയും മുക്കുറ്റിയും നമ്മുടെ കണിക്കൊന്നയും ചെമ്പരത്തിയും ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ ബാക്ക്ഗ്രൗണ്ടിൽ? ദിനോസറുകളുടെ ടൈമിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ ഫേൺസുകളാണ്, പന്നൽ ചെടികളാണ്, ഈ സൈക്കസുകൾ, ഈന്തുകളാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് മുതൽ ഇവിടെ ഉണ്ടായ സസ്യം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിജീവന കഴിവ് ഈ സസ്യത്തിനുണ്ട്. അതും നമ്മുടെ ഏത് ഏരിയയിൽ, നോർത്ത് മലബാർ ഏരിയയിൽ മാത്രമായി കാണുന്ന സസ്യം. കിട്ടിയോ? ഇവിടെ കുറച്ചൊരു ലൈറ്റിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ താഴെ കുറച്ചൊരു ഇതുള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എനിക്ക് എന്നാലും ക്ലിയർ ആണ്, വീഡിയോ ഓഡിയോ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങളിപ്പോ ഞാൻ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ ഈന്ത് ഇല്ലേ? എല്ലാവർക്കും ചെടികളെ ഒന്നും ചിലപ്പോ അല്ലെ എല്ലാ ചെടികളെയും ഒന്നും ഇഷ്ടാവണമെന്നില്ല. ഈന്ത് നല്ല ഭംഗിയാണ് കാണാൻ. ചില റിസോർട്ടുകളിലൊക്കെ കൊണ്ടുപോയി വെക്കും, ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് അമ്മയോടും അമ്മമ്മയോടും ഒക്കെ ചോദിച്ചാൽ മതി, അവര് പറയും. മുമ്പൊക്കെ കല്യാണ വീടുകളിൽ ഇതിന്റെ ഇലകൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും. നിങ്ങള് പുറത്തൊക്കെ നിങ്ങൾ പോകുമ്പോഴേ ചിലപ്പോ അല്ലെ നമ്മുടെ സ്വീകരിക്കുമ്പോ ഒക്കെ കിട്ടുന്ന പല ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞ ഈന്തുകളുടെ ഇലകൾ കല്യാണത്തിനും. നിങ്ങളൊക്കെ ചെറിയ കുട്ടികൾ, നിങ്ങളുടെ ഏട്ടന്മാരൊക്കെ മുമ്പ് ചിലപ്പോ ഉള്ള സമയത്തൊക്കെ അവരൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ചെറിയ അല്ലെ വെക്കേഷൻ ടൈമിലൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ടാക്കി കച്ചവടം നടത്തും നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ ഈ ഈന്തിന്റെ ഇലകളാണ്, ഓലകളാണ് പറയുക, അത് ഉപയോഗിച്ചിട്ട് ആ കടകൾ ഉണ്ടാകും. കാരണം എന്തേ, എത്ര ദിവസത്തോളം ആ പച്ചപ്പ് നിലനിൽക്കുന്ന അറിയാവോ നിങ്ങൾക്ക്? അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഇല നമ്മൾ എടുത്താല് 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് വാടിപ്പോവില്ലേ? ഈന്തിന്റെ ഇല അങ്ങനെ വാടില്ല. അതിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ പറയുന്ന സീറോഫൈറ്റിക് ക്യാരക്ടേഴ്സ് അല്ലെ, എന്ന് വെച്ചാൽ എന്താ, മരുഭൂമിയിലൊക്കെ വളരുന്ന ചെടികളുടെ ചില പ്രത്യേകതകൾ ഈന്ത് കാണിക്കും. നിങ്ങൾ ഈന്തിന്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ പൊട്ടും, സൗണ്ടിൽ പൊട്ടും. അതിന്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മെഴുക് പോലൊരു കോട്ടിങ് ഉണ്ടാവും. അങ്ങനെ ഒരു മെഴുക് പോലുള്ളൊരു കോട്ടിങ് ഉണ്ടാവുമ്പോ എന്തേ, അത് അത്രത്തോളം ഇലകളിലൂടെയാണ്. ആസ്യരന്ധ്രങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് അങ്ങോട്ട് നിങ്ങൾ കേൾക്കും, സ്റ്റൊമാറ്റകൾ എന്ന് പറയും. അതിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന തടയാൻ വേണ്ടിയിട്ടാ. അപ്പോ ഈ പറയുന്ന സസ്യങ്ങൾക്കുള്ള എല്ലാ പ്രത്യേകതകളും ഈന്തുകൾ കാണിക്കും. തായ്വേരുകൾ, ടാപ്പ് റൂട്ടുകളാണ് ഈന്തുകൾക്ക്. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, എന്താണെന്നറിയോ? ഈന്തിന്റെ വേരുകളുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് പവിഴപ്പുറ്റ് പോലത്തെ, കോറൽ പോലത്തെ റൂട്ടുകൾ കാണാൻ പറ്റും. സാധാ റൂട്ട് കുട്ടികളെ എങ്ങോട്ടേക്കാ പോവാ? താഴോട്ടേക്കല്ലേ? താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിട്ടാണ് പോവാ. പക്ഷെ ഞാനിപ്പോ പറഞ്ഞ വേരുണ്ടല്ലോ, നല്ല മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്. ആ വേരുകള് ഞങ്ങളെ പോലുള്ള അല്ലെ ബോട്ടണി പഠിക്കുന്ന സസ്യശാസ്ത്രമാണ്. സാർ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ചെടികളെ പറ്റിയാണ് പഠിച്ചത്. നിങ്ങളെ പോലെ 8ഉം 9ഉം 10ഉം ഒക്കെ കഴിഞ്ഞ് +2 ബയോളജി സയൻസ് എടുത്ത് പഠിച്ച്, +2 എന്ന് പറയുമ്പോൾ അന്നേരം പ്രീ ഡിഗ്രി ആയിരുന്നു മടപ്പള്ളി കോളേജിൽ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിഗ്രിക്ക് ബോട്ടണി പഠിച്ച്, ബോട്ടണി ഇഷ്ടത്തോടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ഇഷ്ടം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, അപ്പൊ പഠിക്കുമ്പോൾ കുറച്ചൊന്ന് കോളേജിലായപ്പോ കുറച്ചൊന്ന് എന്താണ് ഒരു ചെറിയ രീതിയിൽ
ചെയ്യും. ചില സമയത്ത് ഉണ്ടാവുമല്ലോ നമുക്കൊരു ശ്രദ്ധക്കുറവുണ്ടായത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കെമിസ്ട്രി കിട്ടിയില്ല, എനിക്ക് ബോട്ടണിയാണ് കിട്ടിയത്. അപ്പോൾ കുറച്ചൊരു ശ്രദ്ധക്കുറവ് അന്നേരം പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് +2 ലൈഫിൽ ഉണ്ടായി. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു അന്നേരം. അപ്പോ എന്ത് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ട കെമിസ്ട്രി കിട്ടിയില്ല, എനിക്ക് ബോട്ടണി കിട്ടി. അപ്പോ എന്താ, നമുക്ക് എന്തെങ്കിലും നമുക്ക് വിചാരിച്ചത് കിട്ടണമെന്നില്ല, ചിലപ്പോ നമുക്ക് കിട്ടിയതുണ്ടല്ലോ അതിനെ നന്നായി ആസ്വദിച്ച്, ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട് പഠിച്ച്, അപ്പോൾ എനിക്ക് നല്ലൊരു മാർക്കോടുകൂടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷനോടുകൂടെ എന്താണ് ബോട്ടണി ഡിഗ്രി 84% അന്നേരം ഒരു നല്ല മാർക്കാണത്. അതോടുകൂടെ പാസ്സാവാൻ പറ്റി. എന്നിട്ട് MSc ഇതേ ബോട്ടണിയിൽ ചെയ്തു. പിന്നീട് ഈ പുല്ലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കും ഇല്ലേ, പക്ഷെ എത്ര സസ്യങ്ങളുണ്ട് എന്നിട്ട് പുല്ലാണോ കിട്ടിയതെന്ന് ചോദിക്കും ഇല്ലേ. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് എന്താ പറയാ, ഒരു പുല്ലിന്റെ വില പോലും ഇല്ല എന്നൊക്കെയാ പറയാ ഇല്ലേ. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സുരേഷ് ഗോപിയുടെ ഒക്കെ ചില ഫിലിമിന്റെ ഡയലോഗൊക്കെ പുല്ലേ എന്ന് വിളിച്ചാൽ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മളൊക്കെ പറയാ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് 3 നേരം ആശ്രയിക്കുന്ന നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും ഓട്സ് പോലും ഇപ്പോ ഈ പുല്ലാണെന്ന് പറഞ്ഞാൽ പുല്ല് വർഗ്ഗമാണ്. എന്നിട്ട് എന്താ നമ്മൾ പറയാ, ഒരു പുല്ലിന്റെ വില പോലും ഇല്ല എന്ന് പറയാറില്ലേ? അപ്പൊ ഈ നമ്മുടെ ഇന്ത്യയുടെ ലീഡിങ് ഫ്ലോറ, നിങ്ങളിപ്പോ പറയുന്ന സൺഫ്ലവറിന്റെ കുടുംബങ്ങളോ ആസ്റ്റർ പോലുള്ള അങ്ങനെയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സുകളൊന്നുമല്ല, ഇന്ത്യയുടെ ലീഡിങ് ഓർക്കിഡുകളല്ല, പുല്ലുകളാണ്. അപ്പൊ അത്രത്തോളം ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. അപ്പോ അതില് ഈ പറഞ്ഞ പുല്ലുകളെ പറ്റി ഞാൻ പറഞ്ഞത് കൊണ്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് പൂവുള്ള സസ്യമാണ്, പൂവില്ലാത്ത സസ്യമാണ് ഈ ഈന്ത് എന്ന് പറയും. ഇതൊക്കെ റീസെന്റ് റീസെന്റ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പറഞ്ഞ ഈന്തുകൾ എന്ന് പറയുമ്പോൾ ഇല്ലേ, ഒരു 290 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കണ്ട ആള് ഡൊമിനേറ്റ് ചെയ്തത് ഇല്ലേ, 145 മുതൽ 200, ആ ജുറാസിക് പീരീഡ് 145 മുതൽ 201 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ടൈമിൽ ഡൊമിനേറ്റ് ചെയ്ത ഈന്തുകള് ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എത്രത്തോളം അതിജീവന കഴിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ നമ്മൾ ചോദിക്കും, ഈന്തുകൾ അത്രയും വർഷമാണ്? ഈന്തുകൾ 300 വർഷമൊക്കെ ഉള്ള ഈന്തുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു ഈന്ത് നട്ടാൽ, ഞാൻ എൻ്റെ മകന്റെ ബർത്ത്ഡേ ചെറുപ്പത്തിൽ ഞാൻ ഈന്താണ് നട്ടത്, അതൊരു 8 വർഷമായിട്ടും അവൻ പറയാ വലുതായില്ലല്ലോ എന്ന്. അത് ഇപ്പോഴും എൻ്റെ മുട്ടിന്റെ അത്രേ ആയിട്ടുള്ളൂ, അതിനും ഈ ഡിസീസ് വന്നു, നമ്മളിപ്പോ പറഞ്ഞ അസുഖം വന്നു. അപ്പോ 8 വർഷം കൊണ്ട് വളരെ സ്ലോ ഗ്രോത്ത് ആണ് ഇത്. നമുക്ക് ക്ഷമ വേണം. ക്ഷമ നമുക്കൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോ ഒരു നഴ്സറിയിൽ പോയിട്ട് എന്താ ചോദിക്കുക, നിങ്ങളൊക്കെ പോയിട്ട് എന്താ, ഞങ്ങൾക്ക് 1.5 വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു മാവ് വേണം അല്ലെ, പറ്റുമെങ്കിൽ 1 വർഷം കൊണ്ടുണ്ടാകുന്ന റംബൂട്ടാൻ വേണമെന്ന് ചോദിക്കുന്ന നിങ്ങള് 10ഉം 20ഉം വർഷം വെയിറ്റ് ചെയ്ത് അതിന്റെ അല്ലേ ഈ പറയുന്ന പൂവില്ല, കോണുകൾ എന്നാണ് ഞങ്ങൾ പറയാം, സ്ട്രോബിലസ് ഉണ്ടായി അതിൽ വിത്തുകൾ ഉണ്ടാവണം. ആ എന്തിനെ വെയിറ്റ് ചെയ്യാൻ നമുക്കൊന്നും സമയമില്ല. പക്ഷെ ഇതുപോലെ നമ്മുടെ പൂർവികർ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചില കുട്ടികൾ പറഞ്ഞില്ലേ, ഞങ്ങള് കഴിച്ചിട്ടുണ്ട് എന്ത്, നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മള് മാത്രമല്ല, ആരാ കഴിക്കുക, വവ്വാലുകൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണിത്. വവ്വാലുകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇലക്ട്രിക് ലൈനിൽ വവ്വാലിനെ കണ്ടിട്ടുണ്ടോ? ആ വവ്വാലാണ് അത്. ഇലക്ട്രിക് ലൈനുകളിലൊക്കെ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ചിലപ്പോ നമ്മുടെ ഈ വാഴത്തോട്ടത്തിലൊക്കെ വരുന്നു. പക്ഷെ നമ്മുടെ ഹുക്കിലൊക്കെ വരുന്നില്ലേ, അത് ഇൻസെക്ടിവോറസ് ആണ്. ഇൻസെക്ടിവോറസ് ടൈപ്പുകളാണ്. കേരളത്തിൽ 32ഓളം സ്പീഷീസുകളുണ്ട് വവ്വാലുകളിൽ. അതിൽ 5 മെയിൻ ആയിട്ടും ഈ പറയുന്ന വെജ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന വവ്വാലുകൾ. ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന വവ്വാലുകളാണ് ഞാനിപ്പോ പറഞ്ഞ ഏത് നമ്മുടെ ഈന്തുകൾ കഴിച്ചിട്ട് നമ്മളെ ഈ പറയുന്ന പല വിത്തുകളും കഴിക്കുന്നില്ലേ, ഫിഗൊക്കെ അതുപോലെ കഴിച്ചിട്ട് പല സ്ഥലങ്ങളിലോട്ട് അത് പോകുമ്പോൾ ഈ വിത്തുകൾ വിതരണം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ആ വിത്ത് അവിടെ മുളച്ചു വരും. അങ്ങനെയാണ് ഈന്ത് മുളച്ചു വന്നത്. അതുപോലെ അണ്ണാനൊക്കെ ഇഷ്ടമാണിത്. ചില ചിത്രശലഭങ്ങൾക്ക്, സൈക്കഡ്സ് ഇതിൽ കാണുന്ന ചില ചിത്രശലഭങ്ങളുണ്ട്, കോമൺ സൈക്കസിൽ കാണുന്ന ഈ ഇലകൾ ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു ജൈവ വൈവിധ്യത്തിന്റെ ഒരാൾ കൂടെയാണ് സൈക്കസ്. ഇപ്പൊ ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയോ, നമ്മളെ പോലെയാണ് പിന്നെ സൈക്കസ്. എന്താ നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും വേറെ വേറെ. ചിലര് പറയും ഇല്ലേ, ഇപ്പൊക്കെ ചിലരൊക്കെ നമ്മൾ പറയും നമ്മുടെ റംബൂട്ടാൻ ഉണ്ടായില്ല, നമ്മുടെ ഈ മാംഗോസ്റ്റീൻ ഉണ്ടായില്ല എന്നൊക്കെ പറയും. ഇന്നതൊക്കെ അതുപോലെ പപ്പായ പറയും നമ്മളല്ലേ, ജാതിക്ക പറയും. അതുപോലെയുള്ള ഒരു സസ്യമാണ് ഈന്തും. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് കാണും. ഞാൻ കുറെ നേരം ഒന്നും പറയില്ല, കുറച്ച് സമയം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലേ, ഇന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് അല്ലേ എല്ലാരും ഇപ്പൊ ഫുട്ബോളിന്റെ ഒരു ആവേശത്തിലാണ്. ഇന്ന് അർജന്റീനയുടെ കളിയുണ്ട് എനിക്കറിയാം.
ഓക്കെ, ഞങ്ങളുടെ ടീമൊക്കെ പോയി. നിങ്ങള് ഞങ്ങളുടെ പോർച്ചുഗൽ ആയിരുന്നു. ഞാൻ പണ്ട് മുതലേ പോർച്ചുഗൽ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോ കംപ്ലീറ്റ് ക്ലാസ് വേണ്ട, പോർച്ചുഗൽ ആയിരുന്നു. റൊണാൾഡോയുടെ പഴയ ലൂയിസ് ഫിഗോയുടെ ടീമായിരുന്നു പോയി അത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടീമുകൾ ഉണ്ടാവും, എല്ലാരും കളിയൊക്കെ കാണാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ ഈന്തുകൾ അത്രത്തോളം അതിജീവന കഴിവുള്ള ഈ ഈന്തുകൾ ഒരു ചെറിയ ഔട്ട്ലൈൻ കിട്ടിയില്ലേ ഇപ്പൊ, തായ്വേരുകളുള്ള അല്ലേ, അങ്ങനെ ബ്രാഞ്ചിങ് അധികം അൺബ്രാഞ്ചഡ് ആണ് അതിന്റെ കണ്ടം. ചില ഭൂരിഭാഗത്തിലും മെയിലുകളിൽ ബ്രാഞ്ചിങ് കാണും. നമ്മള് സാഗോ എന്നറിയപ്പെടുന്ന കിങ് സാഗോ എന്നും ക്യൂൻ സാഗോ എന്നും അറിയപ്പെടുന്ന നമ്മുടെ അല്ലേ നാട്ടിൽ കാണുന്ന ഈ ഈന്തുകൾ ഇപ്പൊ കറക്റ്റ് ഔട്ട്ലൈൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? നമ്മളെ പോലെ ആണും അല്ലെ പെണ്ണും സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഈന്തുകൾ, ഇലകൾ ഇങ്ങനെ സ്പ്രിങ് പോലെ കോയില് ചെയ്തതുകൊണ്ടാണ് അതിനെ സെർസിനാലിസ് സൈക്കസ് എന്ന് വിളിച്ച ഈന്തുകൾ. നമ്മൾ ഗാർഡനിൽ കാണുന്ന അല്ലെ ഗാർഡൻ വെറൈറ്റി ആണ് ഏത് കിങ് സാഗോ എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന അതും. ഇനി നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് പൗഡറി അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈന്തുകൾ. ആ വൈറ്റ് പൗഡറി അപ്പിയറൻസ് കാണുമ്പോൾ എല്ലാവരും പറയും, എന്താ പറയുക, ഒരു വൈറ്റ് പൗഡറി അപ്പിയറൻസ് കാണുമ്പോൾ നമ്മൾ പറയും ഒരു ഫംഗസ് എന്ന് പറയും. എല്ലാവരും അങ്ങനെ പറയുന്നു തുടങ്ങി. നിങ്ങളുടെ വീട്ടിലുള്ള ഈന്തിന് ഒരു ഫംഗസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്നോട് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞാൽ അറിയോ? 2022. നിങ്ങൾ നോക്കി എത്ര വർഷമായി? 2022 കണ്ണൂർ. മോളെ, അതിലൊരു കുട്ടി എന്തൊരു സംശയം ഉണ്ടോ? സുരേഷിന്റെ പപ്പാകണേ ഒന്ന്. ഓക്കെ സാറ് ആയിക്കോട്ടെ. അപ്പൊ 2020 നമ്മള് കണ്ണൂർ ജില്ലയിൽ പാനൂർ മുനിസിപ്പാലിറ്റിക്ക് അടുത്ത് ഒരാളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സ്വാഭാവികമായിട്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും പോയി നോക്കുമ്പോ എനിക്കും നമ്മുടെ ഒരു അറിവൊക്കെ വെച്ചിട്ട് അന്നേരത്തെ ഒരു ഇതിൽ ഞാനും കരുതി ഇതെന്താണ്, ഇതൊരു ഫംഗസ് ആണ് എന്ന് അപ്പോഴും കരുതി. അപ്പോ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോ പല വഴിക്കൊന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പോയപ്പോഴേ ഒരു സംശയം, നോക്കുമ്പോഴേ ഇതൊരു ഫംഗസ് അല്ല. നമ്മുടെ സാർ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു അറിവൊക്കെ വെച്ചിട്ടുള്ള ചെറിയ അറിവുകൾ വെച്ച് നോക്കുമ്പോഴേ ഇതൊരു ഫംഗസ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഞാൻ നോക്കുമ്പോഴേ ഈന്തിനെ പറ്റിയുള്ള അത്യാവശ്യം കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഈന്തിൽ ഒരു സ്കെയിൽ ഇൻസെക്ട് ഉണ്ട് എന്ന് മനസ്സിലായി. എന്താ ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയില്ലേ ഈ മീനുകളൊക്കെ കാണുമ്പോൾ അതിന്റെ മുകളിൽ ഒരു തോളി പോലെ നമ്മൾ പറയാറില്ലേ, സ്കെയിൽ. അതാണ് സ്കെയിൽസ് എന്ന് പറയും. ആ തോളി പോലുള്ള ആ വൈറ്റ് അപ്പിയറൻസ് അതാണ് സ്കെയിൽ ഇൻസെക്റ്റുകൾ കാണുന്നത്. അപ്പോ സ്കെയിൽ ഇൻസെക്റ്റുകൾ എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം? അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പൊ ഈ പറയുന്ന ഈന്തിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ ഇതിലെ ഈ സ്കെയിൽ ഇൻസെക്റ്റിൽ ഒരുപാട് റിസർച്ച് ചെയ്ത് ഡോക്ടർ സുനിൽ ജോഷി എന്ന് പറയുന്ന ഒരു സീനിയർ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അവരിലേക്ക് മടപ്പള്ളി കോളേജിലുള്ള സുമോദൻ സാറിന്റെ ഈ പറയുന്ന ഒരുപാട് ഈ പറഞ്ഞ റിസർച്ചുകളൊക്കെ ചെയ്തതാണ്. സാറിന്റെ ഏരിയ കൊതുകാണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഇതൊക്കെ ചെയ്തതാണ്. അപ്പൊ സാറും കൂടെ സഹായത്തോടുകൂടെ ഞങ്ങൾ ഇങ്ങനെ ഇവർക്ക് അയച്ചു. അപ്പൊ അവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു സ്കെയിൽ ഇൻസെക്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തന്നു. ഇതിന്റെ ഐഡന്റിഫൈ ചെയ്ത് തന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പുല്ലുകളൊക്കെ ചിലര് ഇത് ഇന്നേതാണെന്ന് അറിയാൻ വേണ്ടി നമ്മളെ പോലുള്ള ആളുകൾക്ക് അയക്കുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പുല്ലുകളിലാണ് റിസർച്ച് കുറച്ചുകൂടെ ഒരു ഡെപ്ത് സ്റ്റഡി നടത്തിയത് എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഈ സ്കെയിൽ ഇൻസെക്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു ചെറിയ ഒരു സ്കെയിൽ എന്ന് വെച്ചാൽ തോളി പോലെ കാണുന്നതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രാണി കാണും. അത്രയും ചെറുതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു പ്രാണിയാണ്. അതിനെ അവർ ഐഡന്റിഫൈ ചെയ്തു തന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ഇൻസെക്ട് ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഞാനത് ഒന്നും കൂടെ ഒരു ഫൈനൽ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തു കൂടെ അയച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൂടെ അയച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു കൂടുതൽ ഒരു ലെവലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ട് നമ്മുടെ ഇത് വെച്ചിട്ട്. അപ്പോ ആ ഒരു ഇൻസെക്റ്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. സാറിന്റെ അടുത്ത് നിന്ന് ആധികാരികമായിട്ട് ഇന്നേതാണെന്ന് മനസ്സിലായി. അപ്പോ ആ ഒരു ഇൻസെക്ട് എന്ത് ചെയ്യാണ്, ഇത് നോക്കുമ്പോൾ ഇത് കാറ്റ് വഴിയാണ് വ്യാപിക്കുന്നത്. അപ്പൊ എന്താ, നമ്മുടെ ഒരു ഈന്തമരത്തിലേക്ക് വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈന്തമരത്തിന് അതിജീവന കഴിവുണ്ട് എന്ന്. അപ്പൊ പെട്ടെന്നൊന്നും ഈ പറയുന്നത് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റില്ല.
പെട്ടെന്ന് ഈന്തിന് നമ്മളിപ്പോ പറയില്ലേ ചില അസുഖങ്ങളൊന്നും വന്നാല് ഏർലി ഡിറ്റക്ഷൻ നമുക്ക് പോസിബിൾ അല്ല അല്ലെ? നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോഴും മുമ്പ് നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ PCR ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആദ്യം PCR ആണോ ചെയ്യുക? അല്ല, നമ്മൾ എന്താ ചെയ്യുക? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സിറമോ ഇല്ല യൂറിനോ നോക്കിയിട്ട് പറയും ഇന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയും നമുക്ക് ഇന്നേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്നേ അസുഖ സാധ്യത ഉണ്ട് എന്ന് പറയും. ലക്ഷണങ്ങൾ കണ്ടിട്ടല്ലേ സ്റ്റുഡൻസ് നമ്മൾ അസുഖം നിർണ്ണയിക്കുന്നത്? പക്ഷെ നിങ്ങൾ PCR ഉപയോഗിച്ചാൽ എന്താ ചെയ്യുക? ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആണ്. അതുപോലെ ഞാൻ നിങ്ങൾ കുട്ടികളായോണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുപോലെ നമുക്ക് പരമാവധി നേരത്തെ ഒരിക്കലും ഇതിന്റെ പറ്റില്ല, നമുക്കാരും അറിയില്ല. അപ്പൊ അസുഖം വന്ന് ബാധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇന്നേതാണെന്ന്. അപ്പൊ ഈന്തുകളിൽ മാസങ്ങൾ എടുത്താളെ ആ ഇലകൾ ഒന്നും. അപ്പൊ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈന്തിന്റെ ഈ പറയുന്ന ഇല അറ്റാച്ച് ചെയ്യുന്ന സ്ഥലം നമ്മൾ റാച്ചിസ് എന്നാ പറയുക. തെങ്ങിന്റെ മട്ടില് കണ്ടിട്ടില്ലേ നിങ്ങള്? അറ്റാച്ച് ചെയ്യുന്ന ഇല അറ്റാച്ച് ചെയ്യുന്ന ബേസ് അല്ലെ? വാഴ നമ്മുടെ ഇതിന്റെ കവുങ്ങിന്റെ നമ്മൾ പാളാന്ന് പറയില്ല, ബേസ്. ആ ബേസ് പാർട്ടുണ്ട്. ആ പാർട്ടിലാണ് ആദ്യം ഈ പറയുന്ന ഇൻസെക്ട് വന്ന് നിൽക്കുക. എന്നിട്ടിത് മെല്ലെ 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 അതിന്റെ എഗ് വന്നിട്ട് അത് പെട്ടെന്ന് പല ഏരിയകളിലേക്ക് ഇങ്ങനെ അതിന്റെ പാർട്ടുകളിലേക്ക് വന്ന് എല്ലാ ഇലകളുടെയും നീരൂറ്റി കുടിച്ച്, സക്കിങ് ആണിത്, നീരൂറ്റി കുടിച്ച് അത്ര ലക്ഷക്കണക്കിന് പറയുന്നില്ലേ, പക്ഷെ തള്ളുന്നതെന്ന് വിചാരിക്കും, അല്ല അത്രയും ഇൻസെക്റ്റുകൾ വന്നിട്ട് ഈ സക്ക് ചെയ്തിട്ട് അതിന്റെ ഈ ഇലകളിലുള്ള നീരുകൾ കുടിച്ചപ്പോൾ ഈന്തുകൾ എന്താവാൻ തുടങ്ങി? എല്ലാ ഇലകളിൽ സിംറ്റംസ് കാണാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഒരു വൈറ്റ് പൗഡർ അപ്പിയറൻസ് നിങ്ങളോട് പറയണ്ട. അപ്പൊ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ വിൻഡ് വഴി എത്തും. അപ്പൊ പ്രായമുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര വിഷമായി, ഇതെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് അന്നേരം അങ്ങനെയല്ലേ പറ്റൂ. കൃഷി ഓഫീസുകളിലും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ സ്കെയിൽ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇന്നേ കെമിക്കൽ ഉണ്ട്. ടാറ്റ ഇമിഡ പോലുള്ള ഇമിഡയുടെ അല്ലെ അക്ടേറ പോലുള്ള പല കെമിക്കലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര സ്ഥലങ്ങളിൽ ഈന്തുകളുണ്ട്. നമ്മുടെ വീട്ടിലൊന്നും അല്ലാതെ അല്ലെ ഉൾക്കാടുകളിൽ ഈന്തുകളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു കുന്നിന്റെ നിങ്ങളുടെയൊക്കെ അവിടെ കാണുന്ന പുഴയുടെയൊക്കെ അല്ലെ സൈഡുകളിലൊക്കെ എന്തുണ്ടാവും? ഈന്തുണ്ടാവും. അതിനൊക്കെ ആരെങ്കിലും പോയിട്ട് അടിക്കുവോ? ഇല്ലല്ലോ. അപ്പോ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ച് ചെയ്താലും അതാണ് ഈ അസുഖത്തിന്റെ മെയിൻ പ്രശ്നം. തൊട്ടപ്പുറത്തുനിന്നുള്ള ഈന്തുകളിൽ നിന്ന് ഇവിടത്തേക്ക് എത്തും. അപ്പൊ ഞാൻ ആ തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ 2023 എന്റെ കൂടെ കുറച്ച് കുട്ടികൾ ബ്രണ്ണൻ കോളേജിലുള്ള കുട്ടികൾ നവനീത്, ഷിംന, 2 കുട്ടികൾ ഞാൻ നിങ്ങളെ പോലെ +2 പഠിപ്പിച്ച കുട്ടികളാണ്. ഞാൻ +2 ബോട്ടണി എടുക്കുന്ന ടീച്ചറാണ്. അപ്പോ അവരെ പഠിപ്പിച്ച കുട്ടികൾ. അപ്പൊ അവർക്കൊരു താല്പര്യം വന്നപ്പോൾ എന്റെ കൂടെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ MSc പ്രൊജക്റ്റിന്റെ ഒരു വർക്ക് ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവരോട് വന്നു. ഇതിനെപ്പറ്റി പഠിച്ചു, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് വേണ്ടി ഞാനും ഇതിലേക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ ഒരു ലക്ഷ്യം പഠനത്തിനേക്കാൾ ഉപരി ഈ സസ്യത്തിനെ കൊണ്ടുവരിക എന്നുള്ളത് കൂടിയായിരുന്നു. ഞാൻ എല്ലാ പഞ്ചായത്തുകളിലും പോയി ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ പ്രായമുള്ള ആളുകൾക്കേ ഉള്ളൂ ഇത്. ചിലരൊക്കെ എന്താന്നാ പറഞ്ഞത്, എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇത് ഉണങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടുമോ? കാരണം എല്ലാവർക്കും എന്താ വേണ്ടത്? ഈന്ത് ഉണങ്ങുന്നു, അപ്പൊ ഈന്ത് ഒരേ വർഷമുള്ളതല്ലേ. ചില റോഡ് സൈഡിൽ നമ്മുടെ ഹൈവേ വികസനത്തിന്റെ ഒക്കെ സമയത്ത് ഏറ്റവും വില കിട്ടിയത് ഈന്തിനാണ്. അത്രയും വർഷത്തെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഹൈവേ വികസനമൊക്കെ ഉണ്ടായപ്പോ കുറെ മരങ്ങളൊക്കെ പോയില്ലേ, അപ്പൊ വില കിട്ടിയത് ഈന്തിനാണ്. അപ്പൊ കുറച്ച് പേര് ചോദിക്കുവാണ് ഇതിനങ്ങനെ വിലയൊക്കെ കിട്ടുമോ, ഞങ്ങൾ നശിച്ചു പോയതിന് ഇത്ര ഈന്ത് പോയിട്ടുണ്ട് എന്ന്. നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇത്രയും പ്രാധാന്യമുള്ള ഈ ചെടീനെ എങ്ങനെ അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ആ രീതിയിൽ നിന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരോടും ഇതിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ടാറ്റ ഇമിഡ പോലുള്ളതൊക്കെ അടിച്ചു. പക്ഷെ അതൊക്കെ അടിക്കുമ്പോൾ കെമിക്കലൊക്കെ വിലയുള്ളതല്ലേ, നമ്മൾ ഇറങ്ങുന്നല്ലേ മനസ്സിലാവുക. പക്ഷെ അതൊന്നും അടിച്ചപ്പോഴും കൺട്രോൾ ചെയ്യാൻ കുറച്ചൊക്കെ പറ്റി. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും? ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ഈന്തുകളെത്തും. പിന്നെ ഒരു നെഗറ്റീവ് എന്താണെന്നറിയാവോ? നിങ്ങളുടെ നാട്ടിൽ ഇനി പറയാൻ ചാൻസ് ഉള്ള ഒരു നെഗറ്റീവ് എന്താണെന്നറിയാവോ? നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ അന്നേരം പറഞ്ഞു ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ്. ഇപ്പൊ ഇവിടെ തൂണേരി എത്തും, തൂണേരിന്ന് എടച്ചേരി അല്ലെ, എടച്ചേരി ആ ഭാഗത്തൊക്കെ വന്ന് പുറമേരി വന്ന് ആയഞ്ചേരി വന്ന് മണിയൂര് വന്ന് ഇല്ലേ, വടകര ഭാഗത്ത് വന്ന് ചോറോട്, ഒഞ്ചിയം ഇല്ലേ, തിരുവള്ളൂര്. ഞാൻ അതിന്റെ മൂവ്മെന്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാറ്റ് വഴി ഇങ്ങനെ വന്ന്. അപ്പൊ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വരും. പേരാമ്പ്ര ഭാഗത്ത് വന്ന്, പേരാമ്പ്ര ഭാഗത്ത് നിന്ന് എനിക്ക് എന്റെ ഒരു മൂവ്മെന്റ് ഇങ്ങനെ പോയപ്പോ മനസ്സിലായതാണ്.
ഇന്ന സമയത്ത് എത്തും. കാരണം ഡ്രൈ സീസണിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ അങ്ങനെ കാണില്ല ഇങ്ങനെയുള്ള സമയത്ത്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അപ്പൊ ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അങ്ങനെ പറഞ്ഞു നമ്മുടെ ഈ പേരാമ്പ്ര ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഉള്ളിയേരി ഭാഗത്തേക്ക് വന്ന് അവിടുന്ന് മെല്ലെ വന്ന് നരിക്കുനി ബാലുശ്ശേരി നരിക്കുനി ഭാഗത്തെത്തി ഇല്ലേ. അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി മുക്കം ഭാഗത്തെത്തി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഇല്ലേ. എവിടെയൊക്കെ ഈന്തുകളുണ്ട് ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ അതിലൊക്കെ ഈ പ്രാണികൾ. ഇതൊരു യൂണിവേഴ്സീവാണ്. അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രാണിയാണ് സ്കെയിൽ ഇൻസെക്ട് ആണിത്. അപ്പൊ അതിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പൊ എന്ത് ഞാൻ വേറെ മെത്തേഡ് കുറച്ച് ഉപയോഗിച്ചു. എന്താന്ന് വെച്ചാൽ എന്താ, ഈ കെമിക്കലൊക്കെ വിലയുമാണ്. പിന്നെ നമ്മളിപ്പോ ഇല്ലേ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ട് എത്രത്തോളം ഇതൊക്കെ അടിക്കുക, എത്ര വില കൊടുത്തിട്ടാ ഇതൊക്കെ അടിക്കുക, അത് നെഗറ്റീവ് ഉണ്ടാക്കില്ലേ. അപ്പൊ വേറെ മെത്തേഡ് എന്താന്ന് നോക്കുമ്പോഴാണ് ഞാൻ ചില മെത്തേഡുകൾ വേറെ ഇതൊക്കെ കണ്ടു. എന്താണ് ഈ പറയുന്ന വേപ്പ് ഉണ്ടല്ലോ, ഈ സ്കെയിൽ ഇൻസെക്റ്റിന് ചെറിയ സുഷിരങ്ങളിലൂടെ അതിന്റെ ഇത് നടത്തുമല്ലോ. അപ്പൊ ഈ വേപ്പെണ്ണ പോലത്തത് പ്രയോഗിക്കുമ്പോൾ ചെറിയ രീതിയിലാണ് വേർട്ടിസിലിയം പോലുള്ള ചില ബയോ കെമിക്കലുകൾ ബയോ ഇൻസെക്ടിസൈഡുകൾ ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതിൽ വേപ്പെണ്ണ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. സ്റ്റുഡൻസ്, വേപ്പ് വളരെ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ വേപ്പിന്റെ സയന്റിഫിക് നെയിം അസാഡ്രിക്റ്റ എന്നാണ്. അസാഡ്രിക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡ് ഉള്ളത് കൊണ്ടാണ് അതിന്റെ സയന്റിഫിക് നെയിം അസാഡ്രിക്റ്റ ഇൻഡിക്ക എന്ന പേര് വന്നത്. അപ്പോ ഈ വേപ്പ് ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം, അത് കൊണ്ടുപോയി അമേരിക്ക അല്ലെ, നമ്മുടെ വേപ്പും മഞ്ഞളും കൊണ്ടുപോയി എന്താ നമ്മുടെ ബസ്മതി നെല്ല് കൊണ്ടുപോയതുപോലെ അവസാനം പാറ്റന്റ് അങ്ങ് എടുക്കും. പക്ഷെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് നമ്മള്. അപ്പോ ഈ പറയുന്ന വേപ്പെണ്ണ ചെറിയ ഇൻസെക്ടിസൈഡ് ചെറിയ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്താൽ നമുക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ മടക്കുകളില്ലേ, ഞാൻ പറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെം ഉണ്ടായി വരുന്ന മടക്കുകളിലൊക്കെ ഈ പ്രാണികൾ ഉണ്ടാവും. അപ്പോ ഞാൻ ഇത് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചു, ബേൺ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ്. അങ്ങനെ ഒരു ഏരിയയിൽ മൊത്തം അങ്ങനെ കംപ്ലീറ്റ് കത്തിച്ചു. നിങ്ങൾ നോക്കി, കംപ്ലീറ്റ് കത്തിച്ചാലും ഈന്തുകൾ റീജനറേറ്റ് ചെയ്യും. ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുന്ന സ്ഥലത്ത് എല്ലാ ചെടികൾ പോയാലും അടുത്ത അല്ലെ മഴയത്ത് ഈന്തുകൾ പൊങ്ങി വരും. നിങ്ങൾ ആലോചിക്കുക, ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ മരങ്ങളെല്ലാം പോയി എന്നല്ലേ അർത്ഥം. അവിടെയും ഈന്ത് സർവൈവ് ചെയ്യും. പൈറോഫിലിക് എന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന് പറയാം. ആ മെത്തേഡ് ഞാൻ ഇപ്പം ഒരു പേപ്പർ ആക്കാൻ അതിലാണുള്ളത്. അപ്പൊ ആ മെത്തേഡ് ഉപയോഗിച്ചു. പക്ഷെ എന്തേ കുട്ടികളെ, ഞാനിപ്പം കുറച്ച് സ്ഥലങ്ങളിൽ അങ്ങനെ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ട് കാര്യമുണ്ടോ? വേറെ സ്ഥലങ്ങളിൽ നിന്ന് അത് പ്രാണികൾ ഇങ്ങോട്ടെത്തും. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒരു ടൈമിൽ ഒരേ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ട് വ്യാപകമായിട്ട് എവിടെയൊക്കെ ഇങ്ങനെ അസുഖങ്ങളുണ്ട് കണ്ടെത്തി അതിനെ മൊത്തം ക്ലിയർ ചെയ്താൽ അങ്ങോട്ടേക്കുള്ള വ്യാപനമെങ്കിലും നമുക്ക് തടയാനും പറ്റും. ഇതിൽ കുറെ എണ്ണത്തിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അല്ലെങ്കിൽ 4-5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ഈന്തുമരങ്ങളും അല്ലെ ജീവിക്കുന്ന ഫോസിൽ എന്നാ പറയുന്നത് എന്നേക്കുമായി ഫോസിലുകളായി മാറും. ഇതാണ് ഇതിനെ പറ്റി കുറെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ അസുഖം വരും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ, എനിക്ക് ഗ്രീൻ മെന്റർ എന്നും പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അധികമൊന്നും അങ്ങനെ വർഷത്തിൽ 1-2 ഒക്കെ അതിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളത് കൊടുക്കുക. അപ്പൊ പിന്നെ ഈ ഈന്തുകളെ പറ്റി ഒന്നും എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പം അതൊന്ന് ചെയ്തിട്ടൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട്. അപ്പോ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചിട്ട് ആ ഒരു അതിജീവനം, അതിന്റെ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് നോക്കട്ടെ, ഓരോ തിരക്കുകൾക്കിടയിൽ അതൊന്നും പറ്റുന്നില്ല. അപ്പോ ഞാനിപ്പോ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നാ പറയാ, എന്റെ വീട്ടിലുള്ള ഈന്തിന് പുതിയ ഇല വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് ഏറ്റവും വലിയ അപകടം. എല്ലാരും പറയും നിങ്ങളുടെ വീട്ടിലൊക്കെ ഈന്ത് തുടങ്ങിയിട്ടുണ്ടാവും, പുതിയ ഇല വരും. ഞാൻ പറഞ്ഞില്ലേ, അതിജീവന കഴിവ് ഈന്തിനുണ്ട്. അതിജീവന കഴിവ് ഈന്തിനുണ്ട്. അപ്പോ ഈ സക്കിങ് ഇൻസെക്റ്റുകൾ വന്നിട്ട് ഈ പ്രാണികൾക്ക്, ഈ ശൽക്ക കീടങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാ. സ്കെയിൽ ഇൻസെക്റ്റുകൾ ശൽക്ക കീടങ്ങൾ എന്നാണ് പറയാ. നമ്മളങ്ങനെ നോക്കുക, ചിലതിനൊക്കെ മലയാളം അങ്ങനെ പറയുന്നതാണ്. ശൽക്ക കീടങ്ങൾ എന്ന് പറയും. ആ ശൽക്ക കീടങ്ങൾ വന്നിട്ട് ഈന്തുണങ്ങിയാലും അടുത്ത സീസണിൽ വീണ്ടും ഈ പുതിയ ഇലകൾ വരും. പക്ഷേ ആ ഇലകൾ നിങ്ങൾ നോക്കിയാൽ മതി, ബേസിൽ ഈ വൈറ്റ് പൗഡർ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്നാ പറയാ, എന്റെ വീട്ടിലുള്ള ഈന്ത് രക്ഷപ്പെട്ടെ, ഇനി ഒന്നും വേണ്ട എന്ന് പറയും. അങ്ങനെ 3-4 വർഷം ഇങ്ങനെ പുതിയ ഇലകൾ വന്ന് അവിടെ ചെതലുകൾ വന്ന് ആ ഈന്ത് എന്നേക്കുമായി നശിച്ചു പോകും.
അതുവരെ നമ്മൾ ഒരു പ്യൂപ്പ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുക അല്ലേ? നമ്മളെപ്പോഴും പ്യൂപ്പ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കും. നമുക്ക് അതൊന്നും ചെയ്യേണ്ടതില്ല, അതെല്ലാം ആരെങ്കിലും ചെയ്യുന്നുള്ള ഞാൻ നിങ്ങളോട് തന്നെ ഞാൻ അടക്കമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോ നമ്മൾ അങ്ങനെ ഒരു ഇറക്കം ഇറങ്ങിയാൽ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചുകൊണ്ടുപോകാൻ നമ്മൾ കുറച്ച് ആൾക്കാരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും എത്രയോ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് പറ്റുന്ന രീതിയിൽ തിരിച്ചു കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ സ്കെയിൽ ഇൻസെക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവേഴ്സീവ് അധിനിവേശം നിങ്ങളുടെ നാട്ടിൽ ഞാൻ 2021 നിങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ പേരാമ്പ്ര ആ ഭാഗത്ത് 2021 ഇതേപോലെ ഞാൻ വന്നിരുന്നു. അവിടെ ഒരു പ്ലാന്റ് ഒരു പിങ്ക് പൂവുണ്ടായപ്പോൾ ഒരു പിങ്ക് പൂവ് അന്നേരം കുറെ ആൾക്കാർ എന്നെ ചീത്ത പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങള് ഞങ്ങളുടെ നാട്ടിൽ ആ ടൂറിസ്റ്റുകൾ വരുന്ന ഇല്ലാണ്ടാക്കുന്നു എന്നൊക്കെ. ഒരു പിങ്ക് പൂവ് അവിടെ വന്നിരുന്നു. ഞങ്ങൾ കബോംബ എന്നാണ് അതിനെ വിളിക്കുക. കബോംബ ഫർക്കേറ്റ എന്നാണ് അതിന്റെ പേര്. ഭയങ്കര തോട് കംപ്ലീറ്റ് ആ പിങ്ക് പൂവ് കൊണ്ട് നല്ല ഭംഗി, തോട് പൂത്തപ്പോൾ എന്നല്ല പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്നും അന്നേരം അത്രത്തോളം ഇതായിരുന്നില്ല, FB-യിലൊക്കെ പലരും ഇടാൻ തുടങ്ങി. തോട് പൂത്തപ്പോൾ അത് ഇതേപോലെ ഒരു അധിനിവേശ സസ്യം എങ്ങനെ എത്തിയെന്നറിയോ നിങ്ങൾ? ഇതേപോലെ തന്നെ പുറത്തുനിന്ന് ഇത് നമ്മുടെ അക്വേറിയത്തിൽ വളർത്തുന്ന ഒരു പ്ലാന്റാ. അക്വേറിയത്തിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ പല ഫ്ലാറ്റുകളിലും മരട് പോലുള്ള ആദ്യം ഞങ്ങൾ 2013 തൃപ്പൂണിത്തറ ഭാഗത്ത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ആയി. ഫ്ലാറ്റിലൊക്കെ പലതും നിങ്ങൾ ഫ്ലാറ്റൊക്കെ എടുക്കുന്ന സ്ഥലങ്ങൾ കണ്ടില്ല, പല ലേക്ക് ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും. അവര് ഓൺലൈനിൽ നോർത്ത് അമേരിക്കൻ പ്ലാന്റ് ആണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, വന്ന് അതിന്റെ വേസ്റ്റ് വെള്ളത്തിലിട്ട് എന്താ ഗ്രോത്ത്. നിങ്ങളുടെ വയലിൽ കാണുന്ന ഒരു മഞ്ഞപ്പൂവ് കണ്ടിട്ടില്ലേ, കമ്മൽ പൂവ് എന്ന് പറയുന്ന അതുപോലെ റാപ്പിഡ് ഗ്രോത്ത് ആ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആ പറയുന്ന കായലുകളിലൊക്കെ വളർന്ന് ബോട്ടിംഗ് ഉണ്ടായപ്പോൾ മുറിഞ്ഞ് ഫ്ലഡ് അല്ലെ പല സ്ഥലങ്ങളിലേക്ക് പോയി. 2017 ഫ്ലഡ് ഉണ്ടായപ്പോ ഇങ്ങോട്ടൊക്കെ എവിടുന്നും ഏതൊക്കെ സ്ഥലത്തു നിന്നാ വന്നതെന്നൊക്കെ കണ്ടിട്ടില്ലേ. അങ്ങനെ വന്ന് നിങ്ങളുടെ ഈ പറയുന്ന പേരാമ്പ്ര ഭാഗത്തെത്തി. പേരാമ്പ്ര ഭാഗത്തുനിന്ന് പലരും ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊണ്ടുപോയാൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും കൊണ്ടുപോയിട്ട് ഈ ഭംഗി ഒരു 2 ആഴ്ച ഉണ്ടാവും. പിന്നെ ആ പറയുന്ന പ്ലാന്റ് അവിടെ അടിഞ്ഞുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ ഇല്ലാതെ മീനുകളൊക്കെ നശിച്ചു പോകും. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ ഉണ്ടായിരുന്നില്ല, പിന്നീട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ 24 ന്യൂസ് ചാനല് വന്നു, അന്നേരം ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പോഴും ഒരു സൈഡിൽ അവരതിന്റെ ഭംഗിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നോക്കേണ്ടത് ഇതൊക്കെ സുന്ദരന്മാരായ വില്ലന്മാരാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അധിനിവേശ സസ്യങ്ങൾ ഭൂരിഭാഗവും നിങ്ങളെ ലൂസിഫർ ഫിലിം കണ്ടിട്ടില്ലേ, അതിലുള്ള ബോബിനെ കണ്ടിട്ടില്ലേ അല്ലെ, സുന്ദരനായ വില്ലൻ. അതുപോലുള്ള ആളുകളാണ്. അപ്പോ അതുപോലൊരു അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രാണിയാണ് ഈ ശൽക്കകീടങ്ങളും. പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോ അതിങ്ങനെ വന്ന് നമ്മുടെ ഇത്രത്തോളം പ്രാധാന്യം പറഞ്ഞ ഈമ്പുകളെ നീക്കുമായി അല്ലെ സഖ്യം നീരൂറ്റി കുടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ഇപ്പൊ കുറെയൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് അതിനൊരു അറിവ് തരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സാറൊക്കെ ഗണേഷ് സാറും സതീഷ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു 38 പേര് 40 പേര് ഈ ഫുൾ ടൈം അതിലേക്ക് ഇരുന്നു. ഇനി കുറെ ഞാൻ പറയുന്നത് ശരിയില്ല. അപ്പൊ അത്യാവശ്യ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് കുറച്ചൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് അതാണ്. നിങ്ങൾ കുട്ടികളാണ്, അതുകൊണ്ടാണ് ആ രീതിയിലേക്കൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിച്ചു. ഞാൻ അതിന്റെ കൂടെ കുറച്ച് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം അതൊരു ഈന്തെന്ന് മാത്രമാകുമ്പോൾ ഉണ്ടാവില്ല. എന്നാലും ഇതിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടില്ലേ ഏറ്റവും പുരാതന വിത്ത് സസ്യമാണ് ഈന്ത്. അതിനെ പറ്റിയാണ് പറഞ്ഞത്. ദിനോസറുകൾ ഇവിടെ ഉണ്ട് എന്ന് കണ്ട് ഒരാളെ നമുക്ക് ഇല്ലേ നമ്മള് പറയുന്നില്ലേ, ഇന്നയാള് കണ്ടിട്ടുണ്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നുള്ള ഫിലിമില് അല്ലെ, ജോസേട്ടൻ എന്ന് പറയുന്നത് പോലെ ദിനോസറിനെ കണ്ടിട്ടുണ്ട് ഇയാള് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാള് ആരാണ്? ഈ പറയുന്ന ഈന്താണ്. അപ്പൊ ആ ഈന്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സൈക്കസ് സെർസിനാലിസ്, നമ്മുടെ നാട്ടിലുള്ള മലബാറിന്റെ സ്വന്തം ഈന്തിനെ പറ്റി ശ്രീലങ്കയിലും കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിസീസിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ എവിടെയും പറയണം വൈറസ് അല്ല, ഫംഗസ് അല്ല, വേറൊന്നുമല്ല, അതൊരു ചെറു പ്രാണിയാണ്, സ്കെയിൽ ഇൻസെക്ട് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും, നിങ്ങളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് തിരക്കിലായിരുന്നേ. ഓരോ പ്രോഗ്രാം എന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രോഗ്രാമുകളല്ല, ഇങ്ങനെയുള്ളതല്ല. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചില ചെറുതി നടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി നോക്കണം, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. മടപ്പള്ളി കോളേജിലൊക്കെ ഉണ്ട്. ഇപ്പം മടപ്പള്ളി കോളേജിൽ ഒരു ബേർഡ്സ് കോർണർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ കുറെ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എത്തുമ്പോൾ ലേറ്റ് ആവും. പിന്നെ ഒരു ടൈം പറഞ്ഞാൽ നമ്മൾ അതിന് എത്തണമല്ലോ. അത് ഞാൻ 8 മണി ഷാർപ്പ് എന്തായാലും ഞാൻ 8 മണിക്ക് എത്തിയിട്ടുണ്ട്. സാറ് പറഞ്ഞിരുന്നു 7:45. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. വേറെ അറേഞ്ച്മെന്റ് ഒന്നുമില്ല. നമ്മൾ പെട്ടെന്നൊരു ഗൂഗിൾ മീറ്റ് ഒക്കെ പറയുമ്പോഴേ വീടൊക്കെ മൊത്തം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് കുറെ ആയി ഗൂഗിൾ മീറ്റിലേക്കൊക്കെ പിന്നെ കയറിയിട്ട് ആ സമയത്തൊക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളോട് സംവദിക്കാൻ പറ്റി, സന്തോഷം. ഒരുപാട് സന്തോഷം. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നിങ്ങളെ സ്കൂളിലേക്കൊക്കെ വരും. സന്തോഷം സർ. കുട്ടികളെ ഒരുപാട് സന്തോഷം. സാറ് ശ്രീ സാറ് ഇതിലുണ്ടെങ്കിൽ സെൻറ്റൻസുകളിലെ അതെ സാർ, സാറിനെയും കൂടെ ഒന്ന് സ്വാഗതം ചെയ്യുന്നു. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അല്ല ഞാന് സാർ എന്നെല്ലാം പറഞ്ഞ ഒരുപാട് റിസർച്ച്, ഒരുപാട് പേപ്പറൊക്കെ ഉള്ള, ഒരുപാട് അറിവുകളുള്ള സാറാണ്. അപ്പൊ സാർ ഇപ്പോഴും ഇതിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. തുടക്കത്തിൽ സാർ ഇവിടെ തന്നെയുണ്ട് സാർ, സാറിന്റെ ക്ലാസ് കേട്ടിട്ട്. ശ്രീ സാറാണ് സെന്റൻസ്. കുട്ടികളെ നിങ്ങൾക്ക് എന്താ പറയാ, ഇത്രയും വലിയൊരു ഭാഗ്യം. ഞാനൊക്കെ സാറിന്റെ ക്ലാസ് വെക്കാൻ പറ്റില്ല, എന്റെ ഭാഗ്യം. സെറ്റസ്റ്റായുള്ള സയന്റിസ്റ്റ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ശ്രീ സാർ. ഓക്കെ, എനിക്ക് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പഴശ്ശിരാജ NSS കോളേജിലുള്ള HOD ശ്രുതി ടീച്ചറും അവിടുത്തെ ബോട്ടണിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു കുട്ടികളായിട്ടുള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞു. ടീച്ചറും ഉണ്ട്. ഓക്കെ, അപ്പോ അതാ സന്തോഷം ടീച്ചർ. അപ്പോ പഴശ്ശിരാജ NSS കോളേജിലെ ബോട്ടണി വിഭാഗം HOD ആണ് ടീച്ചർ, ബോട്ടണിയുടെ. അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോ ഇങ്ങനത്തെ 2 സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉള്ള സ്ഥലത്തും പിന്നെ ഒരുപാട് ഇങ്ങനെ ഫീൽഡിലൊക്കെ കുട്ടികളെ ഇറക്കിയിട്ട് വർക്കുകൾ ചെയ്ത് സാറുമാരെ പോലെ സതീഷ് സാറും രമേശ് സാറിനെ പോലുള്ള ആളുകളെ ഉള്ള ഒരു ടീമിന്റെ കൂടെ ഉള്ള സമയത്ത് കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ സന്തോഷം. ഓക്കെ, ഇനി വലിക്കുന്നില്ല, നെറ്റി വലിക്കുന്നില്ല. താങ്ക് യു. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ സംശയം ചോദിച്ചോളൂ. അതിന്റെ മുമ്പ് ശ്രീ സാറിനെയും സുധി മാഡത്തിനെ ഞങ്ങള് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. സാറിന്റെ ഇനി നമുക്ക് എന്തായാലും സാറിനെ കുറിച്ച് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പിന്നൊരു അവസരത്തിലാകാം. അല്ല ധനുഷ് മാഷേ, നമുക്ക് മറ്റൊരു ദിവസം ഈ രണ്ടുപേരെയും സപ്പോർട്ട് നമുക്ക് വേണം. ഞങ്ങൾ ഇതേപോലെ ക്രിയേറ്റീവ് 1 hour നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാണ്. ഒരുപാട് സന്തോഷം സാർ. അപ്പൊ പ്രത്യേകിച്ച് ദിലീപ് സാറിന് ഇങ്ങനെ ഒരു ക്ലാസ് ഒരു 2 മിനിറ്റ് സാറിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഈന്ത് എന്ന് പറഞ്ഞ ഒരു സസ്യത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത് തന്നെ ഞാൻ കോഴിക്കോട് ഈ എന്താ പറയുക സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പൈതൃക വൃക്ഷമാക്കി ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ഈന്താണ്. അപ്പൊ ആ ഒരു ഡിക്ലറേഷന് ZSI അതിന്റെ ഒരു പങ്ക് ചേർന്ന്, അങ്ങനെയാണ് ഞാൻ ഈന്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും. പിന്നെ ഒരു ഈന്തിന്റെ തൈ എങ്ങനെ സംഘടിപ്പിക്കാന്നുള്ള അന്വേഷണത്തിലാണ് പരിസരത്തിലുള്ള ഈന്തിലൊക്കെ പല ഇതുമാതിരി ഈ എന്താ പറയാ ഈ ശൽക്കകീടങ്ങൾ വന്ന് ഒരുപാട് സ്ഥലത്ത് നശിച്ചുപോയി. ഒരു തൈ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ ക്യാമ്പസിൽ ഒരു തൈ, ഞങ്ങളുടെ ZSI കോഴിക്കോട് ക്യാമ്പസിലും പ്ലസ് എന്റെ വീട് തൃശ്ശൂരിലും ഒരു തൈ വേണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒന്നും ആലോചിക്കാതെ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ് ദിലീപ് സാർ. അപ്പൊ അതിൽ ഒരുപാട് നന്ദി സാർ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാറിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പുതിയ ഇല വന്നപ്പോ അതിനൊരു സന്തോഷം. പക്ഷെ സാർ പറഞ്ഞ ഒരുപാട് നാള് നമ്മൾ കാത്തിരിക്കണം. കുട്ടികൾക്ക് എത്രത്തോളം ഈ ഈന്തിനെ കുറിച്ചുള്ള ഒരു പ്രാധാന്യം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ദിനോസറിന്റെ കാലഘട്ടത്തിൽ പോലും ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ പേരാമ്പ്ര ആണെങ്കിൽ, ഈ പേരാമ്പ്ര എന്ന് പറഞ്ഞ ഭൂമി എന്ന് പറയുന്നത് ദിനോസറിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സസ്യം എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ട, നമുക്ക് ചുറ്റും സുലഭമായി കാണാവുന്ന ഒരു വൃക്ഷമാണ്. അപ്പൊ ആ പ്രാധാന്യത്തോടെ അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും സ്കൂളിലെ പ്രിൻസിപ്പാളിനും സാർമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ശ്രീജിത്ത് സാറേ, ഗിരീഷ് സാറ് എൻ്റെ നൈബറാണ്. നമ്മളെ കടന്നലുകളെ പുള്ളിയാണ് നമുക്കിങ്ങനെ പല ആളുകളെയും കണക്ട് ചെയ്തിരുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഓഫ്ലൈനിൽ വന്നോളാം. പുള്ളി ഇന്നലെ അഹമ്മദാബാദ് നിന്ന് വന്നിട്ടേ ഉള്ളൂ. അത് അവിടെ എന്തോ ഒരു പേപ്പർ പ്രസന്റേഷന് വേണ്ടി പോയതാണ്. പക്ഷെ അന്ന് വന്നത് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ വന്നു. അപ്പോൾ അതിനോരത്തുള്ളൊരു സ്ഥാപനം എന്നല്ലാതെ ഗിരീഷ് അവിടെ വന്നത് നോക്കി എടുത്താണ്. അപ്പം ഗിരീഷിനോട് പറഞ്ഞു വെച്ചാൽ ഇനി വരണം. ഇനി വരുമ്പോൾ ഞങ്ങൾ കൃത്യമായൊരു വിഷനും മിഷനും കൂടിയാണ് ഞങ്ങൾ വരിക. വരൂ സാർ. ഒരുപാട് താങ്ക് യു. ദിനേശ് സാറ്, ഞങ്ങളെ +2 ഞങ്ങള് ബോട്ടണിന്റെ മഞ്ജുഷ ടീച്ചർ ഇതിലുണ്ട്. ടീച്ചറെയും സാധിച്ചു. ടീച്ചർ പറഞ്ഞോളൂ. ദിനേശ് സാറ്, ഞാന് മഞ്ജുഷയാണ് കേട്ടോ. മനസ്സിലായി ടീച്ചറെ. ഞാൻ അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തി എല്ലാവർക്കും.
ആ ആ നമ്മള് പിന്നെ സാറിന്റെ അവതരണം നന്നായിരുന്നു കേട്ടോ. ഞാനും സാറും കൂടി പിന്നെ വാല്യൂഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കുറ്റ്യാടി. ആ ടീച്ചറെ ഓർമ്മയുണ്ട് എനിക്ക്. ടീച്ചർ ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. സാർ നല്ല അവതരണമായിരുന്നു കേട്ടോ. താങ്ക് യു ടീച്ചർ, താങ്ക് യു. സുധി മാഡത്തിനെയും കൂടെ ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക്. താങ്ക് യു സോ മച്ച് സാർ. കാരണം ഞാൻ ഇന്നാണ് ദിലീപ് സാറിന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടത് ഈന്തിനെ പറ്റിയിട്ട്. അപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങളെ ഒരു കുട്ടി കാസർഗോഡ് നിന്നാണ് ഒരു ഈന്ത് കൊണ്ടുവന്നിട്ട് ചട്ടിയിൽ നട്ടത്. അപ്പൊ കഴിഞ്ഞ മാസം ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ പോകുന്നേ വെള്ളം ഒഴിക്കാൻ. അപ്പൊ കംപ്ലീറ്റ് വെള്ള കളർ വന്നിട്ട് ആ ഈന്ത് ഉണങ്ങിപ്പോയി. അപ്പൊ അത് എന്താ റീസൺ എന്നുള്ളത് ഞാൻ കുട്ടിയോട് ഇപ്പൊ ലോക്കൽ ഇഷ്യൂ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഒരു പ്രൊജക്ടിന്റെ ഒരു പ്രസന്റേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോക്കൽ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ കുട്ടികൾക്ക് കൊടുത്ത ടോപ്പിക് ഇതായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അറിയാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ അകത്തേക്ക് കയറിയത്. അപ്പൊ ഇത് കുട്ടികൾക്ക് സാറ് പറഞ്ഞു കൊടുത്ത രീതി ഭയങ്കര നല്ലതായിരുന്നു. നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് മീൻസ് അത് അത്രയായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് സാർ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. ഓക്കെ, ഞങ്ങളുടെ നാട്ടിലുള്ള കണ്ടുവരുന്ന ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൽ ഇതിന്റെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ കുട്ടികളെ പല ഇലകൾ പരിചയപ്പെടുത്തി. അവരുടെ സ്കൂളിലുള്ള ഗ്രൗണ്ടിലുള്ള ഇലകൾ നോക്കുമ്പോ അവർക്ക് പല ഇലകളും ആദ്യമായിട്ട് കാണാണ്. ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നല്ലാതെ. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. നല്ല കാര്യം സാർ, നല്ല കാര്യം. ശ്രീജിത്ത് സാറ്, ദിലീപ് സാറ്, ശ്രുതി ടീച്ചർ, ഞങ്ങൾ റിക്വസ്റ്റ്, ഞങ്ങളൊരു പാലോറ മല, ഒരു മലയാണ്, ഒരു 10-14 ഏക്കറുള്ള വലിയൊരു മലേൻ്റെ ഒരു ഓരത്താണ് ഞങ്ങളുടെ സ്കൂൾ. അപ്പോൾ ഞങ്ങളവിടെ ആ മലയിലെ പാലോല മറയിലെ ബയോഡൈവേഴ്സിറ്റി ഒരു മാപ്പിംഗ് നടത്താൻ വേണ്ടിയുള്ള ചെറിയ തുടക്കമാണ്. ഒരു വലിയ ഹിമാലയൻ ടാസ്ക്കാണ് ഞങ്ങൾക്ക് അറിയാം. അതിന് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലത്തെ ആളുകളെ ഒരു വൺ ഡേ നിങ്ങൾ വന്ന് ഞങ്ങളോടൊപ്പം വന്നാൽ ഞങ്ങൾക്ക് ആ കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷനാണ്. അതിൽ കൃത്യമായ ശാസ്ത്രീയമായ അറിവ്. ഞാൻ ചിത്രകല അധ്യാപകനാണ്, ധനേഷ് ഫിസിക്സിൻ്റെ അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങൾ ബയോളജിയിൽ ഞങ്ങൾക്ക് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങളൊരു മിഷനും ആണ് അത് കുട്ടികൾക്ക് എല്ലാത്തിനെയും കൊണ്ട് അറിവ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെ എക്സ്പേർട്ടായ ആളുകളെ പിന്തുണ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ശ്രുതി ടീച്ചറേയും ശ്രീജിത്ത് സാറേയും ദിലീപിനെയും ഒക്കെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടെ പാറോളയിലേക്ക് വിളിക്കുകയാണ്. സന്തോഷം സാർ, പങ്കെടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. തീർച്ചയായും സാർ. ZS ആയിട്ട് ഒരു ടീം 1-2 ദിവസം അവിടെ വരികയും സർവേ ചെയ്യുകയൊക്കെ ചെയ്യാം സാർ. അപ്പൊ കൂട്ടത്തിൽ കുട്ടികൾക്കും കൂടാ. അപ്പൊ അവർക്ക് തന്നെ കൂടുതലും എന്താ പറയുക, അവിടെയുള്ള ജന്തു വൈവിധ്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു സാർ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ സാറിനോട് ചോദിക്കുക, അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കുട്ടികളും ഓരോരുത്തരും ഓണാക്കുന്ന സമയത്ത് ഒരാൾ ഓണാക്കുക, ചോദ്യം കഴിഞ്ഞിട്ട് സാറിന് മറുപടി അതിന്റെ അടുത്ത ആൾ ഓണാക്കുക. ഓക്കെ. ഞാന് 8C ക്ലാസ് പഠിക്കുന്ന സൂര്യ എന്നാണ്. നമ്മളെ നാട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. നമ്മളെല്ലാം കണ്ടതാണ്. ചില ചെടികളൊക്കെ നമ്മൾ അപൂർവമായി കാണുന്നതാണ്. അപ്പൊ ഇന്ത്യ അനുഭവത്തിന് അപൂർവമായി കണ്ടത് അതിശയിച്ച ചെടിയാണ് ഈന്ത് പറയുന്നത്. അപ്പൊ മാറ്റങ്ങളൊക്കെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് പിന്നെ ഗ്രൂപ്പിലും ഈന്തിനെ പറ്റി ചെറിയ ഡീറ്റെയിൽ ഒക്കെ തരുമോ. അപ്പോഴാണ് ഈ ഈന്ത് എന്ന് പറയാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ കാലത്തൊക്കെ ഈന്തുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ഇതില്ലേ. അപ്പൊ ആ ഈന്ത് എന്ന് പറയുന്നത് ആ ഏരിയയുള്ള മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ അതിലെ പക്ഷികൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ചെടികൾക്കോ മരങ്ങൾക്കോ എന്തെങ്കിലും ഗുണമോ ദോഷമോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? മോനെ, ഈന്തിന് ചോദ്യമുണ്ട് കേട്ടോ. ഈന്തിന് ആ സമയത്ത് നമ്മളിപ്പോ പറയില്ലേ, ആ സമയത്ത് ദിനോസരത്തിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥയായിരിക്കും ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ് ഈ പൂവുള്ള സസ്യം എന്ന് പറയുന്നത്, പൂവുള്ള സസ്യം എന്ന് പറയുന്നതിൽ പെടുന്നതാണ് നമ്മുടെ മാവും പ്ലാവും. അതൊക്കെ പൂവുള്ള സസ്യങ്ങളിൽ ഫ്രൂട്ട് ഉണ്ടാവും. ഈ ഈന്ത് എന്ന് പറയുന്നതിന്റെ വിത്തിന്റെ പുറമെ കാണുന്ന ഒരു തൊലി മാത്രമാണ് എരിവിളായിട്ടുള്ളത്. ആ വിത്തിന്റെ പുറമെ കാണുന്നവര് അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറമെ എന്നുണ്ടാവും ആ തൊലി കുറച്ചൊരു ഫ്ലഷി ആയിരിക്കും. ഇത് മാത്രമാണ് ഞാൻ
പറഞ്ഞ വവ്വാലുകളും അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളതൊക്കെ കഴിക്കുന്നതേ ആ ഒരു രീതിയിൽ മാത്രമാണ് അത് ഉപകാരപ്പെടുന്നത്. പിന്നെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ഈ പറയുന്ന നമ്മുടെ സസ്യങ്ങളെല്ലാം ഭക്ഷിക്കുന്നതിന് ആ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. പിന്നെ ഇതിന്റെ സോയിലിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിന്റെ വേരുകളിൽ നൈട്രജൻ, നമ്മുടെ പയറുചെടിയുടെ വേരുകൾ പറയാറില്ലേ മോനെ, പയറുചെടി അങ്ങനെ മോശം കേട്ടിട്ടുണ്ടാവില്ലേ, ബാക്ടീരിയ ഉണ്ട് പയറുചെടിയുടെ വേരുകൾ. അപ്പൊ നമ്മൾ ലിങ്ക് നടുന്നതിന്റെ മുന്നേ പയറുചെടി നടും, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വീട്ടിൽ പയറുചെടി നടുന്നത് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അത് ബാക്ടീരിയ, നൈട്രജന് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകൾ കൊണ്ടാണ്. അതുപോലെ ഈ ഇതിന്റെ വേരുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ്ലി ജിയോട്രോപിക് ആയിട്ടുള്ള വേരുകളിൽ ഈ നൈട്രജന്, അറ്റ്മോസ്ഫിയറിലെ നൈട്രജന് എന്ത് ചെയ്യാൻ പറ്റുന്ന, സൂക്ഷിക്കാൻ പറ്റുന്ന നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു നീലഹരിത ആൽഗയുണ്ട്. അപ്പോ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടെ കൂട്ടാനുള്ള കഴിയുന്നു. ഇത്രയാണ് അതിന് ആ മോൻ ചോദിച്ച രീതിയിലുള്ള ഉത്തരം. ഒരുപാട് സംശയമുണ്ടോ? സാറേ, ഞാൻ 8C ക്ലാസ് പഠിക്കുന്ന വയതിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഈന്തകളെ ജൈവ സൂചകങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈന്തകളെ ജൈവ സൂചകങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ജൈവ സൂചകങ്ങൾ ഈന്തുകളെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താണ് ഒരു ഈന്തെന്ന് പറഞ്ഞാല്, നമ്മൾ പ്രത്യേകിച്ചിട്ട് പറയുമ്പോ ഈന്തിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ജീവിക്കുന്ന ഫോസിലാണ്. നമ്മൾ പലപ്പോഴും പറയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചെറിയ ഇലകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, ഇലകൾ ചുരുണ്ടിരിക്കുന്ന ഫേൺസുകൾ, പന്നൽ ചെടികൾ എന്ന് പറഞ്ഞിട്ടില്ലേ നേരത്തെ. പന്നൽ ചെടികൾ എന്ന് ഒരു ഇത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇലകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പൊ ഈന്തുകൾ കാണിക്കുന്ന നമ്മൾ പലപ്പോഴും പറയാ ഇന്നേ ആള് ഇവോൾവ് ചെയ്തത്, പരിണമിച്ചുണ്ടായത് ഇന്നതിൽ നിന്നാണെന്ന് പറയാ. പലപ്പോഴും ഫോസിലുകൾ വെച്ചിട്ടല്ലേ പലപ്പോഴും പറയാറുള്ളത് അല്ലെ, ഒരു ഫോസിൽ നിന്നാണ് അല്ലെ, ഇന്നേ ഫോസിൽ. പക്ഷെ ഒരു ജീവിക്കുന്ന ഒരാള് തന്നെ ഏത് സമയവും എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന അല്ലെ, ഏത് സമയവും വംശനാശ ഭീഷണിയിലേക്ക് പോവാൻ ചാൻസ് ഉള്ള ഒരാള് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടുണ്ട്. ഈ പറയുന്ന വിത്ത് ഇല്ലാത്ത സസ്യത്തിൽ നിന്ന് വിത്തുള്ള സസ്യത്തിലേക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ഈ ഈന്ത് എന്ന് പറയുന്നത്. അപ്പോ ഈന്തുകൾ ജീവിക്കുന്നൊരു ഫോസിലാണ്. അതായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ആ കണക്റ്റിംഗ് ലിങ്ക് എന്നുള്ള രീതിയിലായിരിക്കും. നമുക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ രീതി? നമ്മൾ പലതിനെയും പറയാ ഫോസിൽ വെച്ചിട്ടല്ലേ, പക്ഷെ നമ്മളെ മുന്നിലുള്ള നമുക്കൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ചോദിച്ചോ മോളൂ. 8C പഠിക്കുന്ന കൽഹാരിയാണ്. 8Cക്കാര് മൊത്തം ഉണ്ടല്ലോ ഗ്രൂപ്പില്. ഓക്കെ, പറയൂ. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഭൂമിയില് ഡൈനോസറുകൾ ഉണ്ട്. അപ്പൊ അവിടെ അന്നേരം സാറ് പറഞ്ഞല്ലോ ലിവിങ് ഫോസിൽ എന്നാണ് ഈ സസ്യം അറിയപ്പെടുന്നതെന്ന്. അപ്പൊ ഈ ആധുനിക കാലഘട്ടത്തില് ഈ വംശനാശ ഭീഷണി നേരിടാൻ പ്രധാന കാരണം എന്തായിരിക്കും ഈ സസ്യത്തിന്? എല്ലാറ്റിനും എല്ലാ സസ്യത്തിനും ഒരു ടൈം ഉണ്ടാവുമല്ലോ, എല്ലാറ്റിനും. ഇപ്പൊ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ചില പാൻഡമിക് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, പല അസുഖങ്ങൾ വന്നിട്ട് പോകുന്നത് പോലെ ഇപ്പം ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലുള്ളത് ഈ പറഞ്ഞ പ്രശ്നമാവാനാണ് ചാൻസ്. ഞാനിപ്പോ പറഞ്ഞ സ്കെയിൽ ഇൻസെക്ട് എന്ന് പറയുന്ന ഇൻവേഴ്സി ഓരോ സമയത്ത് ഓരോ രീതിയിൽ, ചിലപ്പോൾ ചില ഡിസീസുകളാവാം, ചിലപ്പോ ആ സമയത്തുള്ള അല്ലെ വരൾച്ചകൾ വരുമ്പോഴാവാം, ചിലതിനെ അതിജീവിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ ഇങ്ങനെയുള്ള ചൂടാണെങ്കിൽ ഇന്ന കാറ്റഗറിക്കൊന്നും അതിന് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ രീതിയിൽ ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടുമ്പോൾ ചില ആളുകൾ എക്സ്റ്റിങ്ക്റ്റ് ആകുന്നില്ലേ, അതുപോലെ അതിൽ ഭൂരിഭാഗം കാരണവും നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റികളാണ്. പക്ഷെ ഇതിൽ അത്രയും കാലത്തോളം പല ആൾക്കാരെയും കണ്ട് പരിചയമുള്ളത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ചില കേസുകളിൽ ഡിസീസ്, ഞാൻ പറഞ്ഞില്ലേ ഡിസീസ് പറഞ്ഞതുപോലെ ഈ ഒരു അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ഈ ഒരു സ്കെയിൽ ഇൻസെക്ട് ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്റെ ഒരു ചെറിയ ഇത് വെച്ചിട്ടുള്ള കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ. കാരണം അത് ആ രീതിയിലാണ് അതിന്റെ പോക്ക്. അപ്പൊ പല രീതിയിൽ പലതും എക്സ്റ്റിങ്ക്റ്റ് ആവും.
അതിൽ ഒരു കാരണം ഡിസീസ്, ചിലത് അവിടുത്തെ സാഹചര്യം, നമ്മളിപ്പോ പറഞ്ഞതുപോലുള്ള ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചുകൾ പല രീതിയിൽ ഉണ്ടാക്കും, പല പല കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇനി ചിലപ്പോൾ കാണാണ്ടാവാൻ ഞാനിപ്പോ കാണുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 4 വർഷം കഴിഞ്ഞാൽ ഇനി എല്ലായിടത്തും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു അത് അത്രക്കും എന്താണ് നമ്മൾ പറയും മോസ്റ്റ് പ്രോബ്ലമാറ്റിക് എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വീടാണ്. വീട് എന്നല്ല, ഒരു സ്കെയിൽ ഇൻസെക്ട് ആണിത്. അത്രയും ബുദ്ധിമുട്ടാണ്, അത്രയും വേഗം ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാറ്റ് വഴിയാകുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്ലിയർ ആയിനോ? അത് മോൾ ഓരോ ആളും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളപ്പോ നമ്മുടെ ഇപ്പം പോയ അല്ലേ, ചില നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തോ ഒരു ഇന്ന ചില വിത്തുകൾ ഇന്ന പക്ഷിയിലൂടെ, അപ്പൊ പക്ഷി ഇല്ലാണ്ടാവുമോ, ആ ചെടി ഇല്ലാണ്ടാവുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് മോളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ? ഇന്ന പക്ഷി അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ കാരണങ്ങളാവാം. ഇത് ഞാൻ ഇതുകൊണ്ട് ഇല്ലാണ്ടാവുന്നല്ല, ഈ ആ ഒരു പോക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ആ ഒരു രീതിയിലുള്ളൊരു ഇതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അപ്പൊ നമ്മുടെ കാവുകളിലും പറമ്പുകളിലൊക്കെ ഈന്തുകൾ ഇങ്ങനെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ വിദേശ അലങ്കാര സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടല്ലോ. വിദേശങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കില്ലേ? അപ്പൊ ഇതിന്റെ വംശനാശം നമ്മുടെ ജൈവ വൈവിധ്യ ശൃംഖലയെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എന്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരു സൈക്കഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ഉണ്ട്. സൈക്കഡ് ബ്ലൂ, ഈ പറയുന്ന ബട്ടർഫ്ലൈ ഉണ്ട്. അത് ഈന്തുകളുടെ ഇലകൾ, നമ്മൾ പറയില്ലേ കിലുക്കിച്ചെടിയിൽ ഇന്ന ചിത്രശലഭം വളരുന്നു പറയുന്നത് പോലെ, അങ്ങനെ ആശ്രയിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്ട് ഉണ്ട്. അപ്പൊ സൈക്കഡ് ബ്ലൂ അല്ലാണ്ട് വേറെയും കുറെ ഇൻസെക്റ്റുകൾ ഉണ്ടാവേ. ഞാൻ പറയുന്നത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ ഈന്തുകൾ ഇല്ലാണ്ടാകുമ്പോൾ അതിനെ ആശ്രയിച്ചുള്ള ഒരാൾ പോകും. ഇപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ വവ്വാലുകൾ കൂടുതൽ ഇത് ആശ്രയിക്കുന്നതാണെങ്കിൽ വവ്വാലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചില അണ്ണാൻ ചില കാറ്റഗറിയൊക്കെ അതൊക്കെ ആൾട്ടർനേറ്റീവ് ഫുഡ് വേറെ പോകും. അതുപോലെ മോള് കേട്ടിട്ടുണ്ടോ ബുദ്ധമയൂരി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചിത്രശലഭമാണ് അല്ലെ, കേരളത്തിന്റെ ചിത്രശലഭം. ആ ബുദ്ധമയൂരി മുള്ളിലെന്ന് പറയുന്ന കരിമുരുക്കിന്റെ ഇലകളിലാണ്. അപ്പൊ ആ ഇല അല്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ഒരു ഹോസ്റ്റൽ പറ്റുന്നില്ലെങ്കിൽ അതും പോകുമെന്ന് പറഞ്ഞതുപോലെ ഞാനൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ പറയുന്ന ഇതിനെ ആശ്രയിക്കുന്ന വേറെ ആളുകളും പോകും. പക്ഷെ ഇതിനെ ആശ്രയിക്കുന്ന മെയിൻ ആളുകളൊക്കെ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ അതിന്റെ ഇൻഡെപ്ത് സ്റ്റഡി നടത്തിയിട്ടില്ല. ഇതിനെ ആശ്രയിക്കുന്ന കുറെ ആളുകളൊക്കെ ആ സമയത്ത് ഉണ്ടാവാം ഈ ചെടി ആശ്രയിക്കുന്ന. അപ്പോ അതൊരു എന്താ പറയാ സുവോളജി പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാ. ഓക്കെ, ക്ലിയർ ആയി നമ്മളെ 2 സംശയം? ഓക്കെ, വെൽക്കം. ഒരാൾ കൂടെ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ, ചോദിച്ചോളൂ. നിങ്ങൾ നല്ല സംശയങ്ങളാണ് കേട്ടോ. നമ്മളൊരു വലിയ ഇതിലൊക്കെ എന്ന് വെച്ചാല് സാധാരണ നമ്മളില്ലേ കുറെ ഇതായിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം എടുക്കുമ്പോൾ ചോദിക്കുന്നതിനേക്കാളുള്ള സംശയങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ചോദിച്ചോളൂ നിങ്ങൾ, കാരണം ചിലതെല്ലാം നമുക്ക് പഠിക്കാനും പറ്റുമല്ലോ. നമുക്കും ചോദിച്ചോ. ക്ലാസ് ഏതായി ആണോ? ഓ ഗുഡ്, ഓക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ അയച്ചു എന്നുള്ളത്. അപ്പൊ ആ ഐഡന്റിഫിക്കേഷനിൽ കിട്ടിയ ഒരു ഇൻസെക്ട് ഉണ്ട്. ആ ഇൻസെക്ട് ചില നമ്മുടെ ഏതിലും കണ്ടിട്ടുണ്ട്. ഈന്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വെറൈറ്റികളിലും കാണും. അതല്ലാതെ നമ്മുടെ കരിമ്പുണ്ടല്ലോ, സക്കാരം എന്ന് പറഞ്ഞാൽ സാക്രൈഡ്, ഷുഗർ, സാക്രൈഡ് കേട്ടിട്ടില്ലേ? അങ്ങനെ മോണോസാക്രൈഡുകൾ. അപ്പൊ ഷുഗർ അങ്ങനെയാണ് സയന്റിഫിക് നെയിം, സക്കാരം. ഈ പറയുന്ന നമ്മുടെ കരിമ്പിന്റെ ഒരു എന്തിലും കണ്ടിട്ടുണ്ട്. ഈ സക്കാരം എന്ന് പറയുന്നത് കരിമ്പിന്റെ ഒരു സ്പീഷീസിലും ഈ പറഞ്ഞ സ്കെയിൽ ഇൻസെക്ട് കണ്ടിട്ടുണ്ട്. വേറെ ഒരു ചെടിയിലും ഇത് എന്ന് വെച്ചാൽ ഇത് ആക്രമിച്ചതായിട്ട് ശ്രദ്ധയില്ല. എന്റെ അഭിപ്രായത്തിൽ അത് ഈന്തിനെ അല്ലാണ്ട് വേറെ ഒന്നിനെയും ഇതുവരെ, അത് പലതിനും ഹോസ്റ്റ് സ്പെസിഫിക് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഈന്താണ് അതിന്റെ മെയിൻ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ, ഒരാള് ആശ്രയിക്കുന്നത് വളരാൻ വേണ്ടി, അത് ഈന്താണ്.
വേറെ ചെടികളിലൊന്നും ഈ പറയുന്ന സ്കെയിൽ ഇൻസെക്ട് വല ക്യാപ്സിസ് എന്ന് പറഞ്ഞത് വേറെ ഒരു ചെടിയിലും റിപ്പോർട്ടില്ല. 1971 ആന്ധ്രയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയത് ഒരു നമ്മുടെ കരിമ്പിന്റെ സ്പീഷീസിൽ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആയിനോ മോനെ? ഓക്കെ. ദിൽഫാന്റെ മൈക്ക് ഓൺ അല്ല കേട്ടോ, അതാ പറയുന്നത് കേൾക്കാത്ത. ചോദിക്കുന്നുണ്ടോ ദിൽഫ? ആർക്കെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ, കുട്ടികള് ചോദിച്ചോളൂ. 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 ഞാൻ 8ാം ക്ലാസ്സിൽ ആത്മീയാണ്. ഓക്കെ. ഈ ഈന്തിന്റെ മുകളിൽ വരുന്ന ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൊടിയുണ്ട്, അത് എന്തുകൊണ്ടാ വരുന്നത്? മോള് ക്ലാസ്സിൽ ഇപ്പൊ ലാസ്റ്റ് ജോയിൻ ചെയ്തതാണോ? തുടക്കം മുതലേ ഉണ്ടായിരുന്നോ? അതായിരിക്കും ശ്രദ്ധിക്കാൻ. എന്നാല് ലാസ്റ്റ് ജോയിൻ കുറെ ആൾക്കാര് ലാസ്റ്റിലേക്ക് 12 ആള് ലാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളെ ആ വെള്ളപ്പൊടിയാണ് നമ്മളിപ്പോ പറഞ്ഞ ഒരു സ്കെയിൽ ഇൻസെക്ട് എന്ന് കേട്ടാ, ശൽക്കകീടം എന്ന് പറയുന്നത്. അത് കാറ്റ് വഴിയാണ് വരിക, ഒരു ഈന്തിൽ നിന്ന് മറ്റൊരു ഈന്തിലേക്ക് കാറ്റ് വഴി. നമ്മൾ പറയില്ലേ പല അസുഖങ്ങൾ, ചിലത് കൊതുക് വഴി എത്തുന്നെല്ലാം പറയില്ലേ, ചിലത് അപ്പൊ ഒരു വെക്ടർ ഉണ്ട്, വാഹകരുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, കാറ്റ് വഴി, ചിലത് വെള്ളം വഴി. അപ്പൊ ഓരോ അസുഖങ്ങൾ പറയുന്നില്ലേ, അതുപോലെയാണ് കേട്ടോ. ആത്മീക എന്നാ പേര്? എന്താ പേര് മോളെ? പേരെന്താ? ഓക്കെ, മനസ്സിലായി നമുക്ക് ആ പൗഡർ എന്താണെന്നുള്ളത്? ഒരു ശൽക്കകീടം കേട്ടോ. ഓക്കെ. ചോദിച്ചോ. അപ്പൊ ചില ഈന്തകള് സസ്യങ്ങള് പിന്നീട് പെൺ സസ്യങ്ങളായിട്ടും പിന്നെ അത് ലിംഗമാറ്റം മൂലം ആൺസസ്യമായിട്ടും മാറുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ഈന്തകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? എങ്ങനെ? അത് ഇതിപ്പം ഒരു ചില ഈന്തകള് ഈന്തകള് ആണീന്തകളായിട്ട് ലിംഗമാറ്റം മാറുന്നുണ്ട്. അങ്ങനെ മോൾ എവിടെയാ കണ്ടത്? അത് പഠനങ്ങൾ പറയുന്നുണ്ട്. അതെന്നാൽ ആ പ്രത്യേക ഇതായിട്ട് പറഞ്ഞതായിരിക്കും. അല്ലാതെ വേറൊരു പ്രത്യേകത ഉണ്ട് മോളിപ്പോ ചോദിച്ചതിൽ. ഈന്തുകളിൽ വിത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതല്ലാതെ ഈന്തുകളുടെ മുകളിൽ ഒരു ബൾബിൾസ് എന്ന് പറയും. നമ്മള് കൈതച്ചക്കയുടെ മുകളിൽ ഉള്ള പാട്ടല്ലേ, അത് വിത്തൊന്നും അല്ലല്ലോ. നമ്മള് നട്ടിട്ട് വീണ്ടും പുതിയ കൈച്ചക്ക ഉണ്ടല്ലേ, കണ്ടിട്ടില്ലേ? പൈനാപ്പിളിന്റെ കേസിൽ മുകളിലുള്ള ഒരു സംഭവം പൊട്ടിച്ചിട്ടല്ലേ നമ്മൾ നടുക. അതുപോലെ ഈന്തിന്റെ മുകളിൽ ബൾബിൾസ് ഉണ്ടാവും. ആ ബൾബിൾസ് പുതിയ ഈന്തായി മാറും. ഓക്കെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബൾബിൾസ് എന്നാണ് അതിനെ പറയുന്നത്. അല്ലാത്തത് ഈ പറഞ്ഞതുപോലെ മോളെ ഏതെങ്കിലും പഠനങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതായിരിക്കും കേട്ടോ. രണ്ട് ബൾബിൾസ് ഉണ്ടാവും. ഓക്കെ. സാറേ 8 ക്ലാസ് പഠിക്കുന്ന സൂര്യാണല്ലേ? ഓക്കെ, സൂര്യ ചോദിച്ചതില്ലേ? ഈന്തിന്റെ എന്തെങ്കിലും കായ്ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഈന്തിന്റെ തൊലി കളഞ്ഞിട്ട്, ഇതിന്റെ മുകളിലുള്ള തൊലി കളഞ്ഞിട്ട് അത് പ്രോസസ് ചെയ്യണം. പുറംതൊലി കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്തിട്ട് ആ ഉള്ളിലുള്ള ഭാഗം വീട്ടിലെ അമ്മമ്മയോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു ചെറിയ കഷ്ണം ഒരുപാട് ദിവസമൊക്കെ സൂക്ഷിക്കും. അത് വെള്ളത്തിലൊക്കെ പറയുന്ന ഒഴുക്ക് പോലുള്ള വെള്ളത്തിലൊക്കെ കഴുകി കേട്ടോ. അത് ഇങ്ങനെ ശേഷം മുറുക്കി പൊടിയാക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, വേവിച്ചിട്ട്. അല്ലെങ്കിൽ ഇതിന് എന്താണ് സൈക്കസിൻ എന്ന് പറയുന്നത്, സൈക്കസിൻ കേട്ടോ, ഒരു വിഷാംശം സൈക്കസിൻ, SIN സൈക്കസിൻ എന്ന് പറയുന്ന ഒരു വിഷാംശം. സൈക്കസിൻ മാത്രമല്ല വേറെ കാറ്റഗറിയിൽ പെട്ടതും ചിലതുണ്ട്. സൈക്കസിൻ മാത്രമല്ല വിഷാംശമായിട്ടുള്ളത് ഇതിൽ കാണുന്നത്. അതല്ലാതെ മാക്രോസാൻ എന്ന് പറയുന്നത്, മാക്രോസാൻ എന്ന് പറയുന്നത് BMAA മീഥൈൽ അമിനോ അലാനിൻ ചിലതൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. ചില വിഷാംശമുള്ള സ്ഥലങ്ങളൊക്കെ ഈന്തുകളിലുണ്ട്, പ്രധാന വിഷാംശമാണ്. അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും പ്രോസസ് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. വീട്ടിലുള്ള
കുറെ ആൾക്കാരിൽ ശരിയും ചോദിച്ചാല് ആരെങ്കിലും അവർ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞില്ലേ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ കഴിക്കണമെങ്കിൽ വീട്ടിൽ എന്തോ പ്രോസസ് ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കില്ല. അത് വീട്ടിലെ അമ്മയോടൊക്കെ ചോദിച്ചാൽ അവർ ചിലപ്പോൾ അമ്മക്കൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവർ പറഞ്ഞു. ഓക്കെ, പിന്നെ സാറേ ചോദിച്ചോളൂ. സാറിപ്പോ ഈ പറഞ്ഞ കായ്ഫലങ്ങള് നമ്മളെ ഈ മനുഷ്യ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കായ്ഫലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, നമ്മൾ പത്തിരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഇഡ്ഡലി എന്ന് പറയും, അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന അടക്കാശി അങ്ങനത്തെ ഒരു പേരില്ലേ, അത് ഒരു ലങ്ങാട് ഭാഗത്തൊക്കെ നമ്മുടെ ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ തൃശ്ശൂർ ഏരിയയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ക്യൂൻസാഗോ എന്ന് പറഞ്ഞ നെറ്റ് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും നല്ല വിലക്ക്. ഇത് നീറ്റിന്റെ പൗഡറാണ്. ഓക്കെ, ദിലീപ് സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഈന്ത് ഇങ്ങനെ പിന്നെ ഒരു വളഞ്ഞ് രണ്ടാമതും പൊന്തും, അത് അതിന്റെ പരിണാമദശയായിട്ടുള്ള ബന്ധമുണ്ട് അതിന്? വളഞ്ഞിട്ട് രണ്ടാമത് ഒരു ദിനോസറിന്റെ ചിലത് അങ്ങനെ എപ്പിയർസ് പോലെ തോന്നും. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോ എന്ത് ചെയ്യും, ഈ നമ്മളിപ്പോ പറയാ സാർ നേരത്തെ പറഞ്ഞാൽ ഈ കൊള്ളിന്റെ ചെരുവിലും അങ്ങനെയുള്ള സ്ഥലത്തിലല്ലേ കാണുക. അങ്ങനെ സ്ഥലത്തായിരിക്കും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വെള്ളത്തിന്റെ ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് താഴ്വേര് അങ്ങ് പോവില്ല. അപ്പൊ ചിലപ്പോ അതിങ്ങനെ ചെരിഞ്ഞു പോയാലും ആ ചെരിഞ്ഞെടുത്തുനിന്ന് വീണ്ടും എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അത് പക്ഷെങ്കില് അങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു കഴിവായിട്ടേ അതിനെ പറയാൻ പറ്റും. ഈ ചെരിഞ്ഞു പോയെടുത്തുനിന്ന് വളഞ്ഞു വരുന്നു എന്നുള്ളത് അതൊരു ഇങ്ങനെയുള്ള ഒരു കഴിവായിട്ടേ നമുക്ക് പറയാൻ പറ്റും. അതിനെ വേറെന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല സർ. അതിന്റെ ഒരു അടരില്ല, നമുക്കിപ്പം പറഞ്ഞ പോലെ നിങ്ങൾ ഈ പാള നിൽക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു അടര്, ആ അടരും അതിന്റെ ആയുസ്സും തമ്മിൽ ബന്ധമുണ്ടോ? അത് ചിലര് പറയുന്നതാണ് ഇത്ര ഉള്ളതിന് ഇത്ര വർഷം എന്നുള്ളത്. അത് ഒരിക്കലും നമുക്ക്, കാരണം ചില സമയത്ത് 2 പ്രാവശ്യമൊക്കെ ഇലകൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ തെങ്ങിന്റെ പറഞ്ഞതുപോലെ ആ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് പക്ഷെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ എക്സ്റ്റേണൽ വെച്ചിട്ട് നമുക്ക് അത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില നമ്മുടെ ഇതല്ലാത്ത വർഗ്ഗങ്ങളിലെ സസ്യങ്ങളിൽ വാർഷിക വളയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ വാർഷിക വളയങ്ങൾ എണ്ണിക്കൊണ്ട് ഏജ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് കറക്റ്റ് ഒരു മെത്തേഡ് അല്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പറയാറുണ്ട് ഇത് ഓരോന്നും ഓരോ വർഷം കൊണ്ടാണ്. സാധാരണ അങ്ങനെ ഒരു ഇലകള് ഒരു വർഷങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. പക്ഷെ ചില സമയത്ത് ഈ പറയുന്ന പോലെ മഴയും ഇതൊക്കെ ഉള്ള സമയത്തൊക്കെ ചിലപ്പോൾ അത് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഒരു ആധികാരിക ഡാറ്റ അല്ല സർ. നമ്മളെ കുട്ടിക്കാലത്ത് മുഴുവൻ കേട്ട കഥകളിൽ പറഞ്ഞ മാതിരി നമുക്ക് നോക്കുമ്പോഴേ ചിലപ്പോ അത് കാരണം കുറെ ചിലപ്പോ മണ്ണിന്റെ അടിയിൽ തന്നെ ആയി പോയിട്ടുണ്ടാവും. ഒന്ന് നോക്കിയാൽ മതി, ഒരു ചെറിയ ഈണ്ടുണ്ടല്ലോ, ഒന്ന് മണ്ണിന്റെ താഴെ തട്ടി നോക്കിയാൽ അവിടെയും കാണാൻ പറ്റും കുറച്ച് സ്കാറുകൾ ഈ പറഞ്ഞ. അപ്പൊ നമുക്കത് എണ്ണാൻ പറ്റണമെന്നില്ല. ഓക്കെ സാറിന്റെ PhD-നെ കുറിച്ചിട്ട് കുട്ടികൾക്ക് എനിക്കൊരു സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടായിരുന്നു. ചെറിയൊരു സമയം അത് ആ ഒരു ഫീൽഡിലേക്ക് എത്തിയതിനെ കുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് സാറൊന്ന് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഞാന് ഗുരുവായൂരപ്പൻ കോളേജിലാണ് MSc പഠിച്ചത്, സാമൂറിയൻസ് കോളേജിൽ. ആ കോളേജിന്റെ പ്രത്യേകത പൊക്കുന്ന് ശോഭിന്ദ്ര മാഷ് കോളേജായിരുന്നു. ആ പൊക്കുന്ന് എന്ന് അറിയപ്പെടുന്നത് ശരിക്കും പുൽമേടുകളാണ്. നമ്മളിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് പുൽമേടുകളാണ്, പക്ഷെ പുൽമേടുകൾക്ക് ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പൊ എന്റെ അവിടെയുള്ള സാറാണ് എന്ത് ചെയ്തത്, മെല്ലെ ഈ പുല്ലുകൾ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പുല്ലുകൾ എല്ലാം ഒരേ പുല്ല് എന്നങ്ങ് പറയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പുല്ലുവർഗ്ഗമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പുല്ലുവർഗ്ഗമാണ്. പക്ഷെ നമ്മൾ പുല്ലുകൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും അതിലേക്ക് ഇറങ്ങാനും ഞങ്ങൾ പ്രത്യേകിച്ച് ബോട്ടണിക്കാർ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒരു മടി കാണിക്കുവാണ്. അപ്പോ എന്തുകൊണ്ട് അതിലേക്ക് ഇറങ്ങിക്കൂടാന്നുള്ളൊരു ചിന്തയാണ്. ആദ്യമൊക്കെ കുറച്ച് റിസ്ക് തോന്നി, ഇത് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രദീപ് സാർ ഉണ്ടായിരുന്നു, അവിടെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ MS കിരൺ രാജ് ഈ പറയുന്ന പുല്ലുകളിൽ ഒരുപാട് റിസർച്ച് ചെയ്ത ആളാണ്. കൊല്ലം SN കോളേജിലുള്ള പ്രൊഫസറാണ്. അപ്പോ കിരണേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ് അവരുണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് ഐഡിയകൾ, പിന്നെ മീഞ്ചന്ത ആർട്സ് കോളേജിലെ HOD, മുമ്പ് മടപ്പള്ളി കോളേജിലെ HOD ആയിട്ടുള്ള ജയശ്രീ ചേച്ചി ഉണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് കുറച്ചിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ടൈം ഉണ്ടായിരുന്നു, വർക്കിംഗ് ടൈം. ഞാൻ ആ ടൈമിന് അതുവരെ അവിടെയുള്ള ആൾക്കാർക്ക് ചെയ്യണമല്ലോ. ഞാൻ MSc ചെയ്യുമ്പോൾ അതിന്
അതിനുശേഷം 7:30 എന്റെ സുഹൃത്ത് ശ്രീനിവാസ് വ്യാസ കോളേജിലുള്ള പ്രിൻസിപ്പാളാണ്, ഇപ്പൊ ബോട്ടണിയാണ്. അപ്പൊ മൂപ്പര് ഹോസ്റ്റലിൽ റൂമിൽ നിന്നുകൊണ്ട് ഞാൻ രാത്രി സമയങ്ങളിൽ 7 മണി മുതൽ ശരിക്കും 1 മണി 2 മണി വരെയൊക്കെ അവിടുന്ന് മൈക്രോസ്കോപ്പ് നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ, അവിടുത്തെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഡിസെക്ട് ചെയ്തത്. രാത്രിയൊക്കെ ഒരുപാട് ടൈം അവിടെ നിന്നിട്ടാണ് ഇത് വരക്കാൻ. അന്നേരം വേറെ മെത്തേഡ് ഒന്നുമില്ല, അങ്ങനെ വരച്ചിട്ടുള്ള 32ഓളം പുല്ലുകൾ വരച്ച്. അപ്പൊ MSc എനിക്ക് ഇതിന് ഫുൾ മാർക്ക് തന്നു, MSc എന്റെ പ്രൊജക്ടിന്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ എന്തായി, നമുക്കൊരു കുറെ സ്ഥലങ്ങളിൽ ഒരു ഇത് മോട്ടിവേഷൻ കിട്ടുന്നില്ലേ ചെയ്യണം. അങ്ങനെ ഞാൻ ഇതിന്റെ ഒരു ഗൈഡിനെ അന്വേഷിച്ച് നടന്ന് കുറെ അന്വേഷിച്ചിട്ടാണ് ഒരു ഗൈഡിനെ കിട്ടിയത്. കാരണം നമ്മളെ സബ്ജക്ട് തന്നെ എല്ലാ ഗൈഡുകളും അംഗീകരിക്കണമെന്നില്ല. എല്ലാ ഗൈഡുകൾക്കും അവരുടെ ഒരു ടോപ്പിക് ഉണ്ടാവും, ആ ടോപ്പിക്കാണ് നമുക്ക് തരുക. ഇവിടെ എനിക്ക് എന്റെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് എന്താ ഗൈഡ് ചെയ്യാനൊരു ഡോക്ടർ ഗീതാജി നായർ എന്ന് പറഞ്ഞിട്ട് NCERT മൈസൂരിലുള്ള NCERTയുടെ അവിടുത്തെ ഗൈഡാണ്. അവരെ കീഴിൽ ചെയ്യാൻ പറ്റി. അവര് മുമ്പ് BSc-യിലൊക്കെ ഉണ്ടായിരുന്നു, ബൊട്ടാണിക്കൽ സർവേയിലൊക്കെ. അപ്പൊ അവരുടെ ആ ഒരു ഹെൽപ്പും പിന്നെ എനിക്കൊരു ഫ്രീഡം തന്നു. മാഡത്തിന്റെ ഏരിയ ഇതായിരുന്നില്ല, അപ്പൊ എന്നോട് പറഞ്ഞു ചെയ്തോ എന്നുള്ള ഒരു വിശ്വാസത്തില്. അങ്ങനെ 8 വർഷം കൊണ്ടാണ്, സാധാരണ ഒരു 4 വർഷമൊക്കെ കൊണ്ട് എടുക്കുന്നത്, 8 വർഷം എടുത്തിട്ടാണ് എന്റെ PhD കംപ്ലീറ്റ് ചെയ്തത്. കുറെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പിടിച്ചു നിന്നാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു PhD എന്നുള്ളതല്ല, ഒരു മേഖലയിൽ സൗണ്ട് വരുന്നുണ്ടാവും. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴയാണ്. അപ്പോ ചെയ്യാൻ പറ്റും. കുട്ടികളോട് എനിക്ക് തോന്നുന്നു, കുട്ടികളോട് അതൊക്കെ അവർ വേറെ ടൈമിൽ എല്ലാം കൂടെ വെച്ചിട്ട് പറയുമ്പോൾ അവർക്ക് വരുന്നുണ്ടാവും ചെയ്തത്. അത്രയാണ്. ഓക്കെ സാർ. ഇവിടെ ഹലോ പറയുന്നുണ്ടോ സാർ ആരെങ്കിലും? അല്ല, ക്ലിയർ ആവുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞോ, ഞാൻ അടുത്തോട്ടുണ്ട്. ഓക്കെ ആണോ? ഒരു കുട്ടി നന്ദിനി എന്ന് പറയുന്ന ഒരു കുട്ടിയാണോ അറിയില്ല പേരിലുള്ള ചോദിക്കുന്നുണ്ട്. നമ്മളെ പറഞ്ഞോളൂ. ഓക്കെ പറഞ്ഞോളൂ. രോഗമുള്ള കായ് കഴിക്കാൻ പറ്റുമോ? ഇല്ല, രോഗമുള്ള ഇതിന്റെ കായ് എന്ന് പറഞ്ഞാൽ അതിന് വൈറ്റ് പൗഡർ ഉണ്ടാവും. അത് നമ്മളിപ്പോ എന്താ പറയാ, ഒരു മുന്തിരി, നമ്മൾ ഉണക്ക മുന്തിരി പോലെ കുറെ കഴിയുമ്പോൾ അങ്ങനെയാവും. അങ്ങനെയാകുമ്പോ നമുക്കത് ഇല്ലേ, അത് കഴിക്കാൻ തോന്നില്ല. അതിൽ സ്കെയിൽ ഇൻസെക്ട് കുറെ ഉണ്ടാവും. നമ്മൾ കഴിക്കാത്തതാണ് നല്ലത്. അത് ചെറിയ പ്രായത്തിലേ ചെയ്യും. അല്ലെങ്കിൽ തൊലിമേൽ മാത്രമാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ശ്രീ സാർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ സാർ ഇപ്പൊ ഉണ്ടെങ്കിൽ സാറിന് ചിലപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ മോളെ, അത് ഒരിക്കലും എന്റെ അഭിപ്രായത്തിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്ലിയർ ആയിനോ ഞാൻ പറഞ്ഞത്? ആ ഓക്കെ, പറഞ്ഞോളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഉത്തശീല കൽഹാരിയാണ്. പറഞ്ഞോളൂ. ഈന്തുകള് മണ്ണിലെ ഹെവി മെറ്റലുകളും വിഷാംശങ്ങളും വലിയ തോതിൽ വലിച്ചെടുക്കുന്നുണ്ട്. മണ്ണിലുള്ള അപ്പോ മണ്ണിലുള്ള ഹെവി മെറ്റലുകളും പിന്നെ വിഷാംശങ്ങളൊക്കെ അങ്ങനെ അതെ, കുറെ പ്ലാന്റ്സുകൾക്ക് അങ്ങനെ ഉണ്ട്. ഹെവി മെറ്റൽസിന് മാത്രം വലിക്കാനുള്ള കഴിവൊന്നും ഈന്തുകൾക്കില്ല. ഓക്കെ, പിന്നെ ഈ വിഷാംശങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പലതരത്തിലുള്ള അയോൺസുകളായിട്ട് ഓക്കെ അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിലെ മണ്ണ് മലിനമാകുകയാണോ, അത് അല്ലെങ്കിൽ അവ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള കാരണമാകുകയാണോ, അതോ നമ്മുടെ മണ്ണിൽ വിഷാംശം വലിച്ചെടുത്തിട്ട് നമ്മുടെ പരിസ്ഥിതിയെ ഒരു സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അത് ഭൂരിഭാഗം പ്ലാന്റ്സുകൾക്കും ആ കഴിവുണ്ടല്ലോ. ഭൂരിഭാഗം പ്ലാന്റ്സുകൾക്കും ആ കഴിവുണ്ട്. നമ്മുടെ ഈ പറയുന്ന അല്ലെ ഹെവി മെറ്റൽസിനെയൊക്കെ നമ്മൾ പറയുന്ന ചില കളച്ചെടികൾക്ക് പോലും ആ കഴിവുണ്ട്. അതുകൊണ്ട് അത് എല്ലാ ചെടികൾക്കും ഉള്ളൊരു റോഡ് എന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ പറ്റും. ചിലതിന് കുറച്ച് കൂടുതലുണ്ടാവും, ചില പ്ലാന്റ്സുകൾക്ക് ഇന്ന മെറ്റൽസുകൾ എന്നുള്ളത്. അത് ചില നമ്മളിപ്പോ പറയുന്ന ഈ കുളവാഴ പോലുള്ളതിനൊക്കെ ചില രീതിയിലുള്ളത് പറയാറുണ്ട്. ചില ആൽഗകൾ പല രീതിയിൽ പറയും. അപ്പൊ അത് ഇന്നതിന് പ്രത്യേകത എന്നുള്ള രീതിയിലൊന്നുമില്ല. ഇന്നേ പ്രത്യേകത. അപ്പൊ സാറെന്തുകള് പരാഗണമൊക്കെ നടത്തുന്നത് എങ്ങനെയായിരിക്കുമോ? വെരി ഗുഡ്. ഈന്തുകൾ പരാഗണം നടത്തുന്നത് കാറ്റ് വഴിയാണ്. അതിന് കാരണം ഒരു ഇൻസെക്റ്റും എന്ത് ചെയ്യില്ല, അവിടെ ഇൻസെക്റ്റിന് വേണ്ട തേനോ ഈ
അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലവറോ അവിടെ അതിന് വേണ്ട ഒരു ഫ്രാഗ്രൻസോ മണങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇൻസെക്റ്റുകൾ വരില്ല. എന്തിലും ഈ പൈൻ വർഗ്ഗങ്ങളിലും ഇതിന് നഗ്നബീജപത്ര സസ്യങ്ങൾ എന്നാ പറയാ, ജിംനോസ്പേംസ് എന്നാ പറയാ. ഇതില് പോളിനേഷൻ ഈസ് ഓൺലി ബൈ ദ ഏജൻസി ഓഫ് വിൻഡ്. വിൻഡ്, കാറ്റ് വഴി മാത്രമാണ് ഇതിൽ പരാഗണം നടക്കുന്നത്. വേറെ ഒരു മെത്തേഡും ഇല്ല, കാറ്റ് വഴി മാത്രം. അതിൽ ഈ പറയുന്ന പൈൻമരത്തിനൊക്കെ ഇത് കാറ്റ് വഴി പോകാൻ വേണ്ടി ഇതിന്റെ പരാഗ രേണുക്കൾക്ക് പ്രത്യേക അഡാപ്റ്റേഷൻസ് ഉണ്ട്. പൈൻമരത്തിന്റെ ഒക്കെ പോളൻ ഗ്രെയിനുകൾ, പരാഗ രേണുക്കൾ വിങ്ഡ് ആണ്. ഓക്കെ, ഞാൻ അടുത്തെന്ന് പറയുന്നത് സൗണ്ട് കൂടുതലുണ്ട്, ഞാൻ ഇവിടെ മഴയായിട്ടാ പറയുന്നത്. ഓക്കെ ധനേഷ് പക്ഷേ നമുക്ക് അവസാനം 9 കാലായില്ലേ നമുക്ക്. നന്ദി സാറ് പറഞ്ഞിട്ട്. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഏറെ സന്തോഷം. കാരണം പാലോറ സ്കൂൾ തുടങ്ങിയ ഒരു ചെറിയ ചിന്തയായിരുന്നു. പക്ഷേ അതിന് ഞങ്ങൾക്കിപ്പം ഓരോ ദിവസവും കിട്ടുന്ന ആളുകൾ ഞങ്ങളെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ആളുകളാണ്. അതിലിപ്പം ദിലീപ് സാറ് വന്നു. ദിലീപ് സാറ് എന്തിലാണോ റിസർച്ച് നടത്തിയത് അതിലല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇനിയും സാറിനെ നമുക്ക് നേരിട്ട് പുല്ലുകളെക്കുറിച്ച്, കാരണം ഏറ്റവും കൂടുതൽ പുല്ലുള്ള പ്രദേശമാണ് പാലോറ മല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ സാന്നിധ്യം നേരിട്ട് ഓഫ്ലൈൻ മോഡിലൊരു സാന്നിധ്യം നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാവും. അപ്പം സാറിൻ്റെ ഈ ഒരു പാലോറ സ്കൂളിൽ 1 അവർ 1 അവറിന് മേലെ സാറ് ചിലവഴിച്ചു. പരിമിതിയാണ്, ഓൺലൈനിൻ്റെ പല പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പാലോറ സ്കൂൾ ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല പല ആളുകളും ഈ പോസ്റ്റർ കണ്ടിട്ട് ഞങ്ങൾക്ക് ലിങ്ക് തരണമെന്ന് പറഞ്ഞ് അവരെല്ലാം ഈ നിമിഷം ഞങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും വലിയൊരു അറിവിൻ്റെ പേടകം ഞങ്ങൾ തുറന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി. അതിലുപരി സാറിൻ്റെ സൗഹൃദങ്ങളെ ശ്രീ സാറേയും ശ്രുതി ടീച്ചറേയും ഒക്കെ ഈ ഗ്രൂപ്പിലേക്ക് വരുത്തി അവർ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താൻ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഓഫ്ലൈൻ മോഡിൽ പാലോറയിൽ ഒരിക്കൽ കൂടി വരണം. ഈ ഒരു സൗഹൃദം ഇവിടെ എത്തിച്ചേർന്നത് ഈ വെക്കേഷൻ കാലത്ത് ഇതേപോലെ ഞങ്ങൾ ഉള്ളിയേരിയിൽ നിന്ന് ഒരു ഷോർട്ട് കട്ടിന് പേരാമ്പ്രയ്ക്ക് പോകുന്ന സമയത്ത് കുറേ ഒരു ഈന്തുകൾ വലിയൊരു പറമ്പുണ്ട്, ഒരു 10-25 ഈന്തുണ്ട്. ആ ഈന്ത് ഉണങ്ങിയതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു സമയത്ത് എൻ്റെ സുഹൃത്താണ് ബിനോജ്, അപ്പോൾ സാറിൻ്റെ പഴയ ഗുരുവായൂരപ്പൻ കോളേജ് മേറ്റാണെന്ന്. അപ്പം അങ്ങനെ ബിനോജ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണങ്ങുന്നൊരു ട്രെൻഡ് ഉണ്ട്, അപ്പോൾ അതിൽ റിസർച്ച് നടത്തുന്ന ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട് എന്ന് നമ്പർ വാങ്ങി. അങ്ങനെ മെയ് മാസം ഞാൻ നമ്പർ വാങ്ങി വെച്ചിരുന്നു. പക്ഷേ ജൂണിലാണ് ഞങ്ങളിങ്ങനെ സ്മാർട്ടി എന്നുള്ള കൺസെപ്റ്റൊക്കെ ആരംഭിച്ചത്. അപ്പം ധനേഷ് സാറോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആളുണ്ട് നമുക്ക്, എങ്കിലും ഉടനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെയാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ സാറ് ഒരുപാട് തിരക്കിനിടയ്ക്ക് വന്നതിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അത് പാലോറയുടെ ഒരു 70 വർഷം പഴക്കമുള്ള ഒരു വിദ്യാലയത്തിൻ്റെ പേരിലാണ് പറയുന്നത്. ഒരിക്കൽ കൂടി അതോടൊപ്പം ഇതിൽ പങ്കെടുത്തുള്ള മുഴുവൻ കുട്ടികൾ തീർച്ചയായും നാളെ അവധിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ നിങ്ങളത് ചേർത്ത് വെച്ചുകൊണ്ട് A4 പേപ്പറിലേക്ക് എന്തെല്ലാം മനസ്സിലാക്കിയെന്നൊരു കാര്യം കൂടി എഴുതി വെക്കുക. നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിലും വരാത്ത കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ടെക്സ്റ്റ് ബുക്കിലും ഈ അടുത്ത കാലത്തും നിങ്ങൾ പഠിക്കാൻ സാധ്യതയില്ലാത്ത, കാരണം അനുഭവങ്ങൾ കൊണ്ടാണ് ദിലീപ് സാർ നമ്മോട് സംവദിച്ചിട്ടുള്ളത്. ഹൃദയം നിറഞ്ഞ നന്ദി. പാലോറ സ്കൂളിനും എൻ്റെ സഹപ്രവർത്തകരും തലമുറകൾക്കും വേണ്ടി നന്ദി പറയുകയാണ്. താങ്ക് യു സർ, താങ്ക് യു. അപ്പോ ധനേഷ് സാർ, സതീഷ് സാർ, ഞാൻ ലെഫ്റ്റ് ആകട്ടെ കുട്ടികൾ എല്ലാവരോടും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ധനേഷ് മാഷെ കുട്ടികൾക്കുള്ള അറിയിപ്പ് കൊടുക്കായിരുന്നു. കുട്ടികൾക്കുള്ള അറിയിപ്പാ ഇപ്പൊ എനിക്കൊന്ന് ഏകദേശം 22 ആളെ ഇതിൽ കാണുന്നുള്ളൂ. കുറച്ച് ആൾക്കാർ ഇപ്പം ലെഫ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്കത് ഗ്രൂപ്പിലൂടെ അറിയിപ്പ് കൊടുക്കാം. ഇപ്പൊ ഉള്ള കുട്ടികൾ എല്ലാവരും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ അറിവുകൾ ഇപ്പം തന്നെ പരമാവധി ഇന്ന് എന്ത് ചെയ്യുക, ഒരു പോയിന്റ്സ് എങ്കിലും എഴുതി വെക്കണം. എന്നാലേ നാളത്തേക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്ക് കുറെ കാര്യങ്ങൾ നമ്മളോട് വിട്ടുപോകും. ആരോ ഓർക്കം കഴിഞ്ഞ് നയിക്കുമ്പോഴേക്ക് തന്നെ മാറിപ്പോ. അപ്പൊ ഇപ്പം തന്നെ പോയിന്റുകൾ എഴുതുക, അതിനൊന്ന് വിപുലീകരിച്ചിട്ട് നാളെ നിങ്ങൾ ഒരു A4 പേപ്പറിൽ എഴുതി വെക്കുക. മഞ്ജുഷ പോയോ? നമ്മളെ +2 മഞ്ജുഷ ഉണ്ടോ ഇതില്? ടീച്ചർ പോയിണ്ടാവും അല്ലേ? ഇതൊന്ന് ലെഫ്റ്റ് ആയി ഉണ്ടാവും. സരിത ടീച്ചർ കയറിയിട്ടുണ്ടായിരുന്നു, ടീച്ചറെ വിളിക്കാൻ വിട്ടുപോയി നമ്മള്. അല്ല, ടീച്ചർ യാത്രയിലായിരുന്നു. എനിക്കറിയാം, ഞാൻ കോഴിക്കോട് ഒരുമിച്ച ടീച്ചർ വേറെ റൂട്ടിൽ വന്നു. ടീച്ചർ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ മഞ്ജുഷ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ജുഷ ടീച്ചറുടെ അഭിപ്രായം ചോദിക്കായിരുന്നു. ഓക്കെ, എന്തായാലും നല്ല സെഷനായിട്ടാണ് തോന്നുന്നു അല്ലേ പൊതുവെ? അതെ, നല്ല സെഷൻ. ഇനി ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികള് ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ 9:20 2-3 കുട്ടികൾ ഇങ്ങനെ ഓൺലൈനിൽ വന്നു, പക്ഷെ ഓഡിയോ ഓൺ ആക്കിയില്ല. അല്ല, അത് പുള്ളിക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ബുദ്ധിമുട്ട്. അതെ, ഏതൊരു വേദിയിലായിരുന്നു ഞാൻ 6:30-7 മണിക്ക് വിളിച്ചപ്പോ. അപ്പൊ നോക്കുമ്പോ അത് കഴിഞ്ഞ് നേരത്തെ നമ്മളോട് നേരിട്ട്
ക്ലാസ്സിലേക്കാണ് വന്നത്. മാത്രമല്ല നമുക്കിപ്പം സുവോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവരെ ഹെൽപ്പ് ഓഫർ ചെയ്ത് തന്നല്ലോ. നല്ലൊരു കിട്ടിയത്. അതോടൊപ്പം നമുക്ക് ഈ ശ്രീത്തിന് ഒരിക്കലും നമുക്ക് കൊണ്ടുവന്നൊരു പുല്ലിൻ്റെ ഒരു സെഷൻ കൂടി നടത്താം. പുല്ലാണല്ലോ പുള്ളിൻ്റെ മെയിൻ ഐറ്റം. ഓഫ്ലൈനിൽ കൊണ്ടുവരാം, ഒരു ദിവസം സ്കൂൾ കൊണ്ടുവരാം നമുക്ക്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി. നാളെ അവധിയാണ്, പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.